നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സാംസിന് കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇനി വരുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം ആയാലും ഫോഴ്സിന്റെ എക്സാം വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടുന്ന 10th മെയിൻസ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ 2024 ഫുൾ കറണ്ട് അഫയേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 2024 ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം എന്താണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒളിമ്പിക്സ്, നോബൽ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിസലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സും പാരാലിമ്പിക്സും പഠിക്കുക, നോബൽ പ്രൈസ് പഠിക്കുക, പത്മ പുരസ്കാരങ്ങൾ, സ്വരാജ് ട്രോഫി, അപ്പോയിന്റ്മെന്റ്സ്, ഡേറ്റ്സ് ആൻഡ് ടീംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം സെപ്പറേറ്റ് തന്നെ പഠിക്കുക. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിവിധ കമ്മീഷനുകളെ പറ്റി നോക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ മന്ത്രിസഭ നോക്കുന്നുണ്ട്. പുതിയതായിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും 2024 ജനുവരി തൊട്ട് നമ്മൾ 2025 മാർച്ച് വരെയും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ലെങ്തി വീഡിയോ ആണ്, എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ ആയിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം നോക്കേണ്ടത് പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയാണ്. അപ്പൊ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ ഈ വർഷം പാരീസ് ഒളിമ്പിക്സ് നടന്നത് കൊണ്ട് തന്നെ എന്താ 2024 ഒളിമ്പിക്സ് നടന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒളിമ്പിക്സിലേക്ക് നോക്കാം. പാരീസ് ഒളിമ്പിക്സിന്റെ 33rd എഡിഷൻ 33ാമത് എഡിഷൻ ആണ് 2024 നടന്നത്. 2024 ജൂലൈ 24 തൊട്ട് ഓഗസ്റ്റ് 11 വരെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഇനാഗുറേഷൻ ജൂലൈ 26 ഡേറ്റ് ജൂലൈ 24 തൊട്ട് ഓഗസ്റ്റ് 11 വരെ ആയിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്, പാരീസ് ഒളിമ്പിക്സ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പാരീസിലാണ് നടന്നതെന്ന് അറിയാം. പിന്നെ ഉദ്ഘാടനം ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. സെയിൻ റിവറിന്റെ നദീതീരത്ത് വെച്ചായിരുന്നു അതിന്റെ ചടങ്ങുകളൊക്കെ നടന്നത്. അപ്പൊ പാരീസ് ഒളിമ്പിക്സ് എത്രാമത്തെ എഡിഷൻ ആണ്, 33ാമത്തെ എഡിഷൻ ആണ്. പാരീസിൽ വെച്ചാണ് നടന്നത്. ജൂലൈ 26 ആയിരുന്നു അതിന്റെ ഇനാഗുറേഷൻ സെറമണി. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു പാരീസ് ഒളിമ്പിക്സ് എന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഉദ്ഘാടനം ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. സെയിൻ റിവർ നദീതീരത്ത് വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളും നടന്നത്. ഓക്കെ, പിന്നെ നോക്കാനുള്ളത് ഇതിന്റെ മോട്ടോയാണ് കേട്ടോ. മോട്ടോ ഗെയിംസ് വൈഡ് ഓപ്പൺ. പിന്നെന്താണ്, ഫ്രിജിയൻ ക്യാപ്സ്. പാരാലിമ്പിക്സിനും ഒളിമ്പിക്സിനും എന്ത് തന്നെയായിരുന്നു, ഫ്രിജിയൻ ക്യാപ്സ് തന്നെയായിരുന്നു. ഇതാണ് ഫ്രിജിയൻ ക്യാപ്സ്. അവിടുത്തെ ഒരു എന്താണ് ഫ്രിജിയൻ ക്യാപ്സ് എന്ന് പറയുമ്പോൾ ഫ്രാൻസിലെ ഒരു റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അവിടുത്തെ ഫ്രീഡം റെപ്രസെന്റ് ചെയ്യുന്ന പക്ഷികളാണിത് ഫ്രിജിയൻ എന്ന് പറയുന്നത്. ഫ്രിജിയൻ ക്യാപ്സ് എന്നാണ് അതിന്റെ മോട്ടോ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുമാണ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത് സെയിൻ റിവർ ആണ്, അത് നദീതീരത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അതിൽ കൂടെയാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ രാജ്യക്കാരും വന്നതൊക്കെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് സെയിൻ റിവർ ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ച ഇന്ത്യൻ പുരുഷ താരമാരെന്ന് ചോദിച്ചാൽ അജന്ത ശരത് കമലാണ് കേട്ടോ. ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമലാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങില് പതാക വഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിലും ക്ലോസിംഗ് സെറമണിയിലും പതാക വഹിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പതാക വഹിച്ച വനിതാ താരം PV സിന്ധു ആണ്, ബാഡ്മിന്റൺ താരമാണ്, നമുക്കറിയാം. ഞാൻ പറഞ്ഞു അത് സെയിൻ റിവറിൽ കൂടെ നമ്മളെ ബോട്ടിൽ കൂടെയാണ് വന്നത്. അപ്പൊ ആ ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക വഹിച്ച പുരുഷ താരമാരെന്ന് ചോദിച്ചാല് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്. വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ PV സിന്ധു ആണ്, അതെ അവര് ബാഡ്മിന്റൺ താരമാണ്. ഓക്കെ, പിന്നെ മെഡൽ നിലയാണ് കേട്ടോ. മെഡൽ നില നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് മെഡൽ നിലയും ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ എത്ര, അത് ഏതൊക്കെ ഇനങ്ങളിലാണ് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളതാണ് കുറച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇന്ത്യ 71ാം സ്ഥാനത്തായിരുന്നു കേട്ടോ. 1 വെള്ളി 3 വെങ്കലം, 1 വെള്ളി 5 വെങ്കലം, അങ്ങനെ 6 മെഡലുകളാണ് നമുക്ക് ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ 71ാം സ്ഥാനത്താണ്. ഫസ്റ്റ് US, സെക്കൻഡ് ചൈന, തേർഡ് ജപ്പാൻ, ഫോർത്ത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഓർത്തിരിക്കുക. ഫസ്റ്റ് US ആണ്, സെക്കൻഡ് ചൈനയാണ്, തേർഡ് ജപ്പാൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, 71 ആണ്. മൊത്തം മെഡൽ എത്രയാണ്, 6 ആണ് കേട്ടോ. വിശദമായിട്ട് നമുക്ക് ഒളിമ്പിക്സിനെ പറ്റി നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാന്ന് വെച്ചാൽ 6 ആണ്. ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം 6 ആണ്. 1 വെള്ളിയും എത്രയാണ്, 5 വെങ്കലവും കൂടി ചേർത്ത് 6 മെഡലുകളാണ് നമുക്ക് കിട്ടിയത്. സ്വർണ്ണം ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്, ജാവലിൻ ത്രോയ്ക്ക്.
നീരജ് ചോപ്ര. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സ്വർണ്ണമായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് കേട്ടോ. വെങ്കലം നേടിയത് മനു ബാക്കർ. മനു ബാക്കർ ഷൂട്ടിങ്ങിന് 2 മെഡലുകൾ നേടിയിട്ടുണ്ട്. പിന്നെ സരബ്ജോത് സിംഗ് അതും ഷൂട്ടിംഗ് ആണ്. സ്വപ്നിൽ കുസാലയും ഷൂട്ടിംഗ് ആണ്. അമൻ ഷെരാവത്ത് ഗുസ്തിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളി കിട്ടിയിരിക്കുന്നത് നീരജ് ചോപ്രയ്ക്കാണ്. പിന്നെ 5 എണ്ണം, ബാക്കി 5 എണ്ണം ഏതൊക്കെ വെച്ചാൽ വെങ്കലമാണ് 5 എണ്ണം. 5-ൽ 2 എണ്ണം എന്താണ് മനു ബാക്കറിനാണ്, ഷൂട്ടിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സരബ്ജോത് സിംഗിന് ഷൂട്ടിങ്ങിന്, സ്വപ്നിൽ കുസാലെ ഷൂട്ടിങ്, പിന്നെ അമൻ ഷെരാവത്ത് ഗുസ്തി, പിന്നെ നമ്മുടെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം എന്താണ് കിട്ടിയിട്ടുണ്ട് വെങ്കലം. നമ്മുടെ സ്ഥാനം 71. ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥാനം 71 ആയിരുന്നു. അതുപോലെ തന്നെ 2020 ഇതിന് മുന്നത്തെ ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു വെച്ചാൽ 48ാം സ്ഥാനമായിരുന്നു കേട്ടോ. അന്ന് നേടിയത് 7 മെഡലുകളാണ്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലമായിട്ട് അന്ന് അതാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ നമുക്ക് മനു ബാക്കറിനെ കുറിച്ച് കുറച്ച് ഈ മെഡൽ നേടിയവരും അവരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ മനു ബാക്കറാണ്. ഹരിയാന സ്വദേശിനിയാണ്. വെങ്കല മെഡലാണ്. 2 എണ്ണമാണ് കിട്ടിയത്. ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 10 മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗവും 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഡബിൾസും. ഓക്കെ, 10 മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിനും കിട്ടിയിരുന്നു. പിന്നെ എന്താണ് 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഡബിൾസിലും കിട്ടിയിരുന്നു. മിക്സഡ് ഡബിൾസിൽ കിട്ടിയത് ആർക്കെന്ന് വെച്ചാൽ മനു ബാക്കറിനും സരബ്ജോത് സിംഗിനുമാണ്. മനു ബാക്കറിനും സരബ്ജോത് സിംഗിനുമാണ് കിട്ടിയത് മിക്സഡ് ഡബിൾസിൽ. ഓക്കെ, ജാവലിൻ ത്രോയില് വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. അതിന്റെ നമ്മുടെ മീറ്റർ കൃത്യമായി നോക്കി വെച്ചിരിക്കണം. 89.45 മീറ്റർ ആണ്. 89.45 ആണ്. ഫസ്റ്റ് കിട്ടിയ ആള് പാകിസ്ഥാൻ സ്വദേശി അർഷാദ് നദീമായിരുന്നു. അദ്ദേഹത്തിന്റെ മീറ്റർ എന്ന് പറയുന്നത് 92.97 മീറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് നീരജ് ചോപ്രയുടെ മീറ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 89.45 മീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് 2-3 പേരെ കൂടെ പഠിക്കാനുണ്ട്. അമൻ ഷെരാവത്ത് ബോക്സിംഗിലാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തില് ബോക്സിംഗ് അല്ല, ബോക്സിംഗ് ഗുസ്തി ഒന്നാണ്. അപ്പൊ അടുത്ത് നോക്കേണ്ടത് അമൻ ഷെരാവത്ത് ആണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് ചോദിച്ചാല് അമൻ ഷെരാവത്ത് ആണ്. 57 കിലോ പുരുഷ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് അദ്ദേഹത്തിന് മെഡൽ കിട്ടിയത്. ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ ആരാണ്? അമൻ ഷെരാവത്ത് ആണ്. 57 കിലോ അത് ഇമ്പോർട്ടന്റ് ആണ്. 57 കിലോ പുരുഷ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത സ്വപ്നിൽ കുസാലെ, അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. എന്താണ് വെങ്കല മെഡലാണ് നേടിയതെന്ന് പറഞ്ഞു. മെഡൽ നേടിയ മത്സര വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിലാണ് കിട്ടിയത്. 50 മീറ്റർ എയർ റൈഫിള് 3 പൊസിഷൻ ഷൂട്ടിങ്ങിലാണ് കിട്ടിയത്. ഈ വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ താരമാണ് അദ്ദേഹം, സ്വപ്നിൽ കുസാലെ കേട്ടോ. അപ്പൊ നമ്മൾ മനു ബക്കറും സരബ്ജോത് സിംഗും പഠിച്ചു. ഇനി അമൻ ഷെരാവത്തും സ്വപ്നിൽ കുസാലയും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് നമ്മുടെ ഹോക്കി ടീമിന് കിട്ടിയെന്ന് പറഞ്ഞു വെങ്കലം. അപ്പൊ അതിനെ പറ്റിയാണ്, നമ്മൾ ഹോക്കി ടീമിനെ പറ്റിയും PR ശ്രീജേഷിനെ പറ്റിയാണ് അടുത്ത് പഠിക്കുന്നത്. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി എന്നുള്ള ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ട്. PR ശ്രീജേഷിന് 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് കേട്ടോ. ഇതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലുമാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. 2020 അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ, ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി അന്താരാഷ്ട്ര ഹോക്കി മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. 2024 എന്ത് കിട്ടിയിരുന്നു? മെഡൽ കിട്ടിയിരുന്നു. അപ്പം 2 ഒളിമ്പിക്സിലും മെഡൽ കിട്ടിയ ആദ്യ മലയാളി എന്നുള്ളത് PR ശ്രീജേഷിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ഹർമൻ പ്രീത് സിംഗ് ആണ്. 2020 PR ശ്രീജേഷ് ആയിരുന്നു അതിന്റെ ക്യാപ്റ്റൻ. ഇപ്പൊ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തേതിന് ഹർമൻ പ്രീത് സിംഗ് ആണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പം PR ശ്രീജേഷിനെ പറ്റി കുറച്ച് നന്നായിട്ട് പഠിച്ചു. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം. ഓക്കെയാണ്. അതുപോലെ അടുത്ത ക്ലോസിംഗ് സെറമണിയിലെ ഫ്ലാഗ് ബെയർ ആരെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച പുരുഷ താരം PR ശ്രീജേഷും വനിതാ താരം മനു ബാക്കറുമാണ്. ഓക്കെ,
അടുത്ത് നമ്മൾ ഒളിമ്പിക്സ് കഴിഞ്ഞു. അടുത്ത് പാരാലിമ്പിക്സ് 2024 നമ്മൾ നോക്കുന്നത്. അത് വേറെ തന്നെയാണ് നടന്നത്, രണ്ടും പാരീസിൽ തന്നെയാണ് നടക്കുന്നത്. അത് 33rd എഡിഷൻ ആണെങ്കിൽ ഇത് 17th എഡിഷൻ ആണ് കേട്ടോ. 17th എഡിഷൻ ആണ്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെയാണ്. മറ്റേത് ഓഗസ്റ്റ് 11 കഴിഞ്ഞു. അപ്പൊ അടുത്ത് എന്ത് ചെയ്തു, ഓഗസ്റ്റ് 28 ഇത് സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 28 തൊട്ട് സെപ്റ്റംബർ 8 വരെയാണ് കേട്ടോ. 2024 കാര്യമാണ് പറയുന്നത്. ഓഗസ്റ്റ് 28 തൊട്ട് സെപ്റ്റംബർ 8 വരെയാണ്. അത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം. അതിന്റെ ഇനാഗുറേഷൻ സെറമണി പ്ലേസ് ഡേ ലാ കോൺകോർഡിൽ വെച്ചായിരുന്നു. ക്ലോസിംഗ് സെറമണി സ്റ്റേറ്റ് ഡേ ഫ്രാൻസ്. ഇത് ഫ്രഞ്ച് വേർഡുകളാണ്, അപ്പൊ അതിന്റെ ആവശ്യമില്ല, എന്തായാലും അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ മാസ്കോട്ട് എന്താണ്, ഫ്രിജിയൻ ക്യാപ്സ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രിജിയൻ ക്യാപ്സ് അവിടുത്തെ ഫ്രീഡത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പക്ഷികളാണ്. സോ അതാണ് അതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതില് ക്ലോസിംഗ് സെറമണിയിലും ഓപ്പണിംഗ് സെറമണിയിലും ഫ്ലാഗ് ബെയറർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ പുരുഷ താരം സുമിത് ആൻഡിലാണ്. വനിതാ താരം ഭാഗ്യശ്രീ ജാദവ് ആണ് കേട്ടോ. പുരുഷ താരം ആരാണ്, സുമിത് ആൻഡിലാണ്. വനിതാ താരം ഭാഗ്യശ്രീ ജാദവ് ആണ് കേട്ടോ. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ താരവും ഭാഗ്യശ്രീ ജാദവ് ഷോർട്ട് പുട്ട് താരവുമാണ്. കൃത്യമായും അവരുടെ ഏതൊക്കെ ഇനങ്ങളാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. മെഡൽ കിട്ടിയത് ഏതിനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് എത്ര മീറ്റർ ആണ്. ഇപ്പൊ നീരജ് ചോപ്രയ്ക്കാണെങ്കിൽ അത് 89.45 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 10 മീറ്റർ ആണോ, 50 മീറ്റർ എയർ പിസ്റ്റൽ, അത് നോക്കി വെക്കുക. അവർ ഏത് ഇനങ്ങളാണെന്ന് നോക്കി വെക്കുക. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ താരമാണ്. അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച മെഡൽ വെങ്കലമാണോ വെള്ളിയാണോ, അത് എന്തിനാണ് കിട്ടിയത്. വെള്ളി മെഡൽ ലഭിച്ചു, അത് എത്ര മീറ്റർ എയർ പിസ്റ്റലിനൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് അവർ ഏത് ഇനമാണെന്നും അവർക്ക് എന്തിലാണ് കിട്ടിയത്, എത്ര മീറ്റർ ആണെന്നൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോ പാരാലിമ്പിക്സില് പതാക ഏന്തിയ പുരുഷ താരം സുമിത് ആൻഡിലാണ്. അദ്ദേഹം ജാവലിൻ ത്രോ താരമാണ്. വനിതാ താരം അനുവച്ചാൽ ഭാഗ്യശ്രീ ജാദവ് ആണ്. അദ്ദേഹം ഷോർട്ട് പുട്ട് താരമാണ് കേട്ടോ. അടുത്ത പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ചെഫ് ഡേ മിഷൻ CDM ആരംഭിച്ചാൽ സത്യപ്രകാശ് സാങ്വാൻ ആണ്. ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം 84. പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എത്രയാണ്, 84 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 18. നേരത്തെ 71 ആയിരുന്നു, ഇത് 18 ആണ് കേട്ടോ. 7 വെള്ളി 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം, അങ്ങനെ 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1 ചൈന, 2 ഗ്രേറ്റ് ബ്രിട്ടൻ, 3 US, 4 നെതർലാൻഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം 18 ആണ്. ഒളിമ്പിക്സ് സമ്മർ സാധാ പാരീസ് ഒളിമ്പിക്സിൽ എത്രയാണ്, 71 ആയിരുന്നു. പാരാലിമ്പിക്സിൽ 18 ആണ് കേട്ടോ. മൊത്തം 29. 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം ഉൾപ്പെടെ 29 മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്. 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ താരമാരെന്ന് വെച്ചാൽ ആവനി ലേഖ്രയാണ്. ആവനി ലേഖ്ര എന്താണ്, 10 മീറ്റർ എയർ റൈഫിൾസിലാണ്. 10 മീറ്റർ എയർ റൈഫിൾസ് ആണ് ആവനി ലേഖ്ര. പേര് ഓർത്തു വെക്കുക, ഉറപ്പായിട്ടും പേര് ചോദിക്കും. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ സ്വർണ്ണ മെഡൽ നേടിയ ആവനി ലേഖ്ര രാജസ്ഥാൻ സ്വദേശിനിയാണ്. മത്സര ഇനം വനിതാ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ആണ് കേട്ടോ. അടുത്ത പാരാലിമ്പിക്സ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത 2 പാരാലിമ്പിക്സിലും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ടോക്കിയോയിലും നേടിയിരുന്നു. അപ്പം അങ്ങനെയും ചോദിക്കാം. 2 തവണ തുടർച്ചയായിട്ട് കിട്ടിയ ആദ്യ ഇന്ത്യൻ വനിത, സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആവനി ലേഖ്രയാണ്. 2024 ടോക്കിയോയിലും കിട്ടിയിട്ടുണ്ട്, 24 പാരീസിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണം നേടിയത് ആവനി ലേഖ്ര തന്നെയാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ വനിതയും ആര് തന്നെയാണ്, ആവനി ലേഖ്ര തന്നെയാണ്. പല രീതിയിലും നമുക്കത് ചോദിക്കാം, പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാം. അതുകൊണ്ട് അത് കൃത്യമായി ഓർത്തിരിക്കുക. അപ്പൊ 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആവനി ലേഖ്രയാണ്. എന്തിനാണ് കിട്ടിയത്, 10 മീറ്റർ എയർ റൈഫിൾസിലാണ് കിട്ടിയിരിക്കുന്നത്. 2 പാരാലിമ്പിക്സിലും 2020 ടോക്കിയോയിലും 24 പാരീസിലും 2 ഒളിമ്പിക്സിലും എന്താണ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര് തന്നെയാണ്, ആവനി ലേഖ്ര തന്നെയാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ്, ആവനി ലേഖ്ര തന്നെയാണ്. അപ്പൊ അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത പാരാലിമ്പിക്സ് ട്രാക്ക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം പ്രീതി പാൽ ആണ് കേട്ടോ. ഉത്തർപ്രദേശ് സ്വദേശിയാണ് പ്രീതി പാൽ. മത്സര ഇനം വനിതകളുടെ 100 മീറ്റർ T35 ഓട്ടം, 100 മീറ്റർ ഓട്ടം എന്ന് ഓർത്തിരിക്കുക. പാരാലിമ്പിക്സ് ട്രാക്ക് ഇനത്തിലാണ് കേട്ടോ. ഇതിലാണ് ആദ്യ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം പ്രീതി പാലാണ്. മത്സര ഇനം എന്ന് വെച്ചാൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിനാണ്. അതുപോലെ 2024 പാരാലിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ നേടിയ പുരുഷ താരം മനീഷ് നർവാൾ ആണ് കേട്ടോ. വെള്ളി മെഡൽ നേടിയ പുരുഷ താരം ആരെന്ന് വെച്ചാൽ മനീഷ് നർവാൾ ആണ്. ഈ ആൾക്കാരുടെ പേരും അവരുടെ ഇനങ്ങളും പഠിച്ചിരിക്കണം.
മത്സര ഇനം എന്താണ്? 10 മീറ്റർ എയർ പിസ്റ്റൾ ആണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ ആണ് മനീഷ് നർവാളിന്റെ കേട്ടോ. പിന്നെ മനീഷ് നർവാളിന് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പാരാലിമ്പിക്സിൽ എന്തുണ്ട്? 50 മീറ്റർ പിസ്റ്റളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, മിക്സഡ് ഇനത്തിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട് മനീഷ് നർവാളിന്. അപ്പൊ ഓരോരുത്തരുടെ പേരും 2020 ടോക്കിയോ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2024 പാരീസ് എങ്കിലും പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം, ആകെ 29 മെഡലുകളാണ് നേടിയത്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18 ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ചിത്രത്തിലെ ഏറ്റവും ഉയർന്ന പാരാലിമ്പിക്സ് മെഡൽ നേട്ടമാണ് 2024 പാരീസിൽ നടന്നത്. ഓക്കെ, മൊത്തം 29, 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലത്തോടുകൂടി 29 മെഡൽ നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 18 ആണ്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പാരാലിമ്പിക്സ് മെഡൽ നേട്ടമാണ് 2024 നടന്നത്. ഓർത്തിരിക്കുക. പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞു ചൈന, രണ്ടാമത് ബ്രിട്ടൻ, USA. അവർക്ക് എത്രയാണ്? 220 മെഡലുകള്, 124 മെഡല് ബ്രിട്ടന്, USAക്ക് 105 മെഡലുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. മെഡലുകൾ പഠിച്ചില്ലെങ്കിലും അവർക്ക് ടോട്ടൽ കിട്ടിയതും ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് ഇനി നമുക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. പാരാലിമ്പിക്സിന്റെ ഒരു പതിപ്പിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായിരുന്നു വെച്ചാൽ പ്രീതി പാലാണ് കേട്ടോ. എന്താണ്? പാരാലിമ്പിക്സിലെ ഒരു പതിപ്പിൽ തന്നെ 2 മെഡൽ നേടിയ ആദ്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായിരുന്നു വെച്ചാൽ പ്രീതി പാലാണ്. 2 വെങ്കല മെഡലുകളാണ് പ്രീതി പാൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയതായിരുന്നു പ്രവീൺ കുമാറാണ്. ആരാണ്? പാരീസ് പാരാലിമ്പിക്സിൽ 2024 ഇന്ത്യക്കായി പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയതായിരുന്നു പ്രവീൺ കുമാറാണ് കേട്ടോ. അടുത്ത 2024 പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ വിഭാഗത്തിലെ സ്വർണം നേടിയതാരാണ്? നവദീപ് സിംഗ്. ആരാണ്? നവദീപ് സിംഗ് ആണ്. ദൂരം എത്രയാണ്? 47.32 മീറ്റർ ആണ്. 47.32 മീറ്റർ ആണ് കേട്ടോ. നവദീപ് സിംഗ് ആണ്. എന്തിനാണ് കിട്ടിയത്? ജാവലിൻ ത്രോയ്ക്കാണ്. മീറ്റർ ഓർത്തിരിക്കുക, 47.32 മീറ്റർ കേട്ടോ. അടുത്ത നമുക്ക് ക്ലോസിംഗ് സെറമണിയാണ് നോക്കുന്നത്. ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറർ ആണെന്ന് വെച്ചാൽ പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് കേട്ടോ. ഹർവീന്ദർ സിംഗ് ആർച്ചറിയാണ്. അപ്പോ ക്ലോസിംഗ് സെറമണിയിൽ പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് ഫ്ലാഗ് ബെയറർ. ഇത്രയും ഓർത്തിരിക്കുക. നമ്മളപ്പോ സാധാരണ പാരീസ് ഒളിമ്പിക്സ് പഠിച്ചു, പാരാലിമ്പിക്സ് പഠിച്ചു. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് നൊബേൽ പ്രൈസ്. ഇതുപോലെ തന്നെ ഒളിമ്പിക്സ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസ് ഏതൊക്കെ വിഭാഗത്തിന് ആർക്കൊക്കെ കിട്ടി, എന്തിനൊക്കെ കിട്ടി എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ആദ്യമൊക്കെ പണ്ടൊക്കെ ചോദിച്ചിട്ടുള്ളത് ആർക്ക് എന്തിനു കിട്ടിയെന്നാണ്. ഇപ്പൊ ഏത് ഇനത്തിന് എന്തിനാണ്, എന്ത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയെന്ന് കൂടെ ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പേരുകൾ ഓർത്തിരിക്കുക. ചിലത് 3 പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, 2 പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ കൃത്യമായി അവർക്ക് എന്തിനാണ് കിട്ടിയത്, അവരുടെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ്. നമ്മൾ അടുത്ത അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കെന്നാണ്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഒരു ജാപ്പനീസ് സംഘടനയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നിഹോൺ ഹിഡൻക്യോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സംഘടനയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ്. അത് ഈ നമ്മുടെ ഈ അണുബോംബ് സ്ഫോടനം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയുള്ള ഒരു സംഘടനയാണ്, ജാപ്പനീസ് സംഘടന. ഓക്കെ, അപ്പൊ അതിന്റെ പേര് നിഹോൺ ഹിഡൻക്യോ എന്നാണ്. നിഹോൺ ഹിഡൻക്യോ എന്നാണ് സമാധാനത്തിനുള്ളത് കിട്ടിയത്. നിഹോൺ ഹിഡൻക്യോ. അപ്പൊ ഒരു ജാപ്പനീസ് പേരാണെന്ന് ഓർത്ത് വയ്ക്കുമ്പോൾ തന്നെ നിഹോൺ ഹിഡൻക്യോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അടുത്ത സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്, സാഹിത്യത്തിനുള്ള സമാധാനത്തിനുള്ള നോക്കി നമ്മൾ അടുത്ത് നോക്കുന്നത് സാഹിത്യത്തിനുള്ളതാണ് ഹാൻ കാങ് ആണ് കേട്ടോ. പേര് പഠിക്കാനും എളുപ്പമാണ്. ഹാൻ കാങ് ആണ്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരിയാണ്. ഹാൻ കാങ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പേരുകൾ ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നൊബേൽ പ്രൈസിന്റെ പേരുകൾ ഓരോ എക്സാമിനും ഓരോ സ്റ്റേജിനും ഓരോരുത്തരുടെ, ഇപ്പൊ ഒരു സ്റ്റേജിൽ നൊബേൽ സമാധാനമാണെങ്കിൽ വേറൊരു ഫിസിക്സ്, അടുത്തൊരാൾ കെമിസ്ട്രി, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഓരോ സ്റ്റേജിലും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക പേരുകള്. അടുത്ത് നോക്കാം. സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ നൊബേൽ പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ സൈമൺ ജോൺസൺ. 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 1 സൈമൺ ജോൺസൺ ആണ്, സൈമൺ ജോൺസൺ. 2 ജെയിംസ് എ റോബിൻസൺ. 3 ഡാരൻ അസമോഗ്ലു. ആരാണ്? ഡാരൻ അസമോഗ്ലു. 1 സൈമൺ ജോൺസൺ, 2 ജെയിംസ് എ റോബിൻസൺ, 3 ഡാരൻ അസമോഗ്ലു ആണ് കേട്ടോ.
എന്താണ് ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധി നിർണ്ണയിക്കുന്നതിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും ഓരോ രാജ്യവും സാമ്പത്തികമായി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതിനാണ് ഇന്ന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. എക്കണോമിക്സ് ആണ്. സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ, ഡാരൻ അസമോഗ്ലു. ഓക്കെ, പേരുകൾ കൃത്യമായിട്ട് ഈ 3 പേരുകളും കൃത്യമായിട്ട്, കാരണം ചേരുംപടി ചേർക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് മാറ്റി തന്നാല് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയത് വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനുമാണ് കേട്ടോ. വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാല് മൈക്രോ RNA ആ ഒരു വാക്കെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം വഴി പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന് അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് എന്ത് ചെയ്യുന്ന പുരസ്കാരം. ഇതുവരെ എന്താണ് USA എന്നുള്ളതാണ് കേട്ടോ, USA-യിലുള്ളതാണ്. അപ്പൊ വൈദ്യശാസ്ത്രങ്ങളിൽ നൊബേൽ പുരസ്കാരം കിട്ടിയവർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിനാണ് കിട്ടിയിരിക്കുന്നത്. മൈക്രോ RNA ആ ഒരു വാക്കെങ്കിലും ജസ്റ്റ് ഓർത്തിരിക്കുക. മൈക്രോ RNA കണ്ടെത്തുകയും പിന്നെന്താണ് ജീൻ പ്രവർത്തനം ശരീരത്തിൽ എങ്ങനെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു പഠനത്തിനുമാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത നോക്കാം, ഭൗതിക ശാസ്ത്രം ഫിസിക്സിനുള്ളവർക്കാണ് ജോൺ ജെ ഹോഫീൽഡിനും ജെഫ്രി ഇ ഹിൻഡനുമാണ് കേട്ടോ. എല്ലാ പേരുകളും ഒരുപോലെ ഇരിക്കും, എല്ലാം ജെയിംസ്, ജോൺ എന്നൊക്കെ ആയിരിക്കും. സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാറ്റി മാറ്റി പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ എല്ലാ പേരുകളും ഉണ്ടാവും. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഭൗതിക ശാസ്ത്രത്തിനുള്ള അതായത് ഫിസിക്സിനുള്ള വർക്കാണ് കിട്ടിയത് ജോൺ ജെ ഹോഫീൽഡ്, USA ആണ്. ജെഫ്രി ഇ ഹിൻഡൺ, UK ആണ് കേട്ടോ. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത എന്താണ് കണ്ടെത്തൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മെഷീൻ ലേണിംഗ് എന്നൊരു വാക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. മെഷീൻ ലേണിംഗ് എന്തിനാണ്, ഫിസിക്സ് മെഷീൻ ലേണിംഗ്. പുരസ്കാരത്തിന് അർഹമായ കണ്ടെത്തൽ എന്താണ്, കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകൾക്കാണ് അവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ജോൺ ജെ ഹോഫീൽഡ് USA, ജെഫ്രി ഇ ഹിൻഡൺ UK, 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. പേര് മാറിപ്പോകരുത് കേട്ടോ. അടുത്ത കെമിസ്ട്രി രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ USA, ഡെമിസ് ഹസാബിസ് UK, ജോൺ M ജംപാർ UK ആണ് കേട്ടോ. അപ്പൊ എന്താണ്, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M ജംപാർ ഈ 3 പേർക്കുമാണ് കെമിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തിനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാല് ഡേവിഡ് ബേക്കറിന് എന്തിനാണ് കിട്ടിയത് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിന്. അടുത്ത ഡെമിസ് ഹസാബിസ്, ജോൺ M ജംപാർ. ഓക്കെ, അപ്പൊ USA-യിലുള്ളവർക്ക് വേറെ ഒരെണ്ണത്തിനും 2 UK-ക്കാർക്ക് വേറെ ഒന്നിനും എന്ന് വെച്ച് ഓർത്തിരിക്കുക കേട്ടോ. അവർക്ക് കിട്ടിയത് പ്രോട്ടീൻ ഘടനാ പ്രവചനം, 2ഉം പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീനും മറ്റത് എന്താണ്, പ്രോട്ടീൻ ഘടനാ പ്രവചനവുമായി. 2 പേർക്ക് വേറൊന്നിനും ഒരാൾക്ക് വേറൊന്നിനുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. കെമിസ്ട്രി ആണ് ഒരു വാക്ക്, പ്രോട്ടീൻ എന്നെങ്കിൽ ഓർത്തിരിക്കുക. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീനും പിന്നെന്താണ് പ്രോട്ടീൻ ഘടനാപരമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തത്തിനുമാണ് 3 പേർക്കും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M ജംപാർ ഒക്കെയാണ്. അത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഓസ്കാർ അവാർഡാണ്. 2025 ഓസ്കാർ അവാർഡ്സ് ആണ്. ഇനി വരുന്ന എക്സാംസിന് എന്തായാലും ചോദിക്കും ഓസ്കാർ അവാർഡ്സ്. സോ അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. എത്രാമതാണെന്ന് വെച്ചാൽ 97ാമതാണ് കേട്ടോ. 97ാമത് ഓസ്കാർ പുരസ്കാരമാണ് 2025. ഓക്കെ, 2024 96ആണ്. സോ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ വർഷങ്ങളും എത്രാമതാണെന്നും ഓർത്തിരിക്കണം. കാരണം എക്സാമിൽ ചിലപ്പോൾ 96ാമതെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ 97ാമതെന്നായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും 96ാമത് 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് വിചാരിക്കും. ഇത് ഓസ്കാറിന് മാത്രമല്ല, എല്ലാത്തിനും. ഇപ്പൊ എന്തെങ്കിലും സ്പോർട്സുമായിട്ടുള്ളതാണെങ്കിൽ ഇത്രാമതുള്ള സ്കൂൾ കലോത്സവം ആർക്കാണ് ജയിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയണം അത് ഇത്രാമത് 2025 നടന്നത് അല്ലെങ്കിൽ 2024 നടന്നത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, 97ാമതാണ് 2025 എന്ന് കൃത്യമായി ഓർത്തിരിക്കുക തന്നെ ചെയ്യാം. 97ാമത് ഓസ്കാർ അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. ഡോൾബി തിയേറ്ററിൽ വെച്ചാണ്. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് ലോസ് ആഞ്ചൽസില്, കാലിഫോർണിയ US വെച്ചിട്ടുള്ള അവിടെയുള്ള ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് ഇത് കൊടുക്കുന്നത്. ആരെന്ന് വെച്ചാൽ അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ആണ്. എന്നാണ് കൊടുത്തത്, മാർച്ച് 3, 2025 കൊടുത്തത്. അപ്പൊ ഒന്ന് മികച്ച ചിത്രമാണ് അനോറ. അത് ഓർത്തിരിക്കുക, മികച്ച ചിത്രം അനോറയാണ്. അനോറയ്ക്കാണ് ഒരുപാട് എന്ത് ചെയ്തിട്ടുള്ളത്, അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ചിത്രമാണ് അനോറ. അതിന്റെ ഡയറക്ടർക്കും തിരക്കഥാകൃത്തിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ചിത്രം എന്താണ്, അനോറയാണ്. മികച്ച നടൻ
ആഡ്രിയൻ ബോഡി, ദ ബ്രൂട്ടലിസ്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ദി ബ്രൂട്ടലിസ്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച ചിത്രം അനോറയാണ്, മികച്ച നടൻ ആഡ്രിയൻ ബോഡിയാണ്, ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അടുത്ത മികച്ച നടി മൈക്കി മാഡിസൺ. ഈ ചിത്രത്തിന് തന്നെയാണ് അനോറയിലെ പ്രകടനത്തിനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മൈക്കി മാഡിസൺ ആണ് കേട്ടോ. അപ്പോ ഒന്ന് നമ്മൾ പഠിച്ചു, മികച്ച ചിത്രം അനോറയാണ്, മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ്. ഏത് ചിത്രത്തിനാണ്? ദി ബ്രൂട്ടലിസ്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച നടി ആർക്കെന്ന് വെച്ചാൽ മൈക്കി മാഡിസൺ ആണ്. ഏത് ചിത്രത്തിനാണ്? അനോറയ്ക്കാണ് കേട്ടോ. പിന്നെ മികച്ച സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, ഇത് മൂന്നും എന്താണ്? അനോറ എന്നുള്ള ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും എഡിറ്ററും എല്ലാം ഒരാളാണ്, ഷോൺ ബേക്കർ. അദ്ദേഹത്തിനാണ് 3 കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനോറയ്ക്ക് ഇപ്പൊ 5 കിട്ടിയിട്ടുണ്ട്. മികച്ച ചിത്രം കിട്ടിയിട്ടുണ്ട്, മികച്ച നടി, മികച്ച സംവിധാനം, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് അനോറയ്ക്കാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയത് അനോറയ്ക്കാണ്. മികച്ച ചിത്രം കിട്ടിയിട്ടുണ്ട്, മികച്ച നടി ഷോൺ ബേക്കർ. ഷോൺ ബേക്കറാണ് അനോറയുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എഡിറ്റർ. ഓക്കെയാണ്. അപ്പൊ അടുത്തതിലേക്ക് പോവാം. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരേസ് എന്നുള്ള ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച സഹനടൻ കീറൻ കുൽക്കിനാണ്, എ റിയൽ പെയിൻ. സഹനടനും സഹനടിയൊക്കെ അങ്ങനെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മികച്ച വിദേശ ഭാഷ ചിത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ആം സ്റ്റിൽ ഹിയർ, ഐ ആം സ്റ്റിൽ ഹിയർ ബ്രസീലിനാണ്. ആദ്യമായിട്ടാണ് ഒരു ബ്രസീലിയൻ ചിത്രത്തിന് ലഭിക്കുന്നത്. മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂംബർഗ് ആണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള ഒരു ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മികച്ച ആനിമേഷൻ ചിത്രം നോക്കുക, ഫ്ലോ. ലാത്വാനിയിൽ നിന്നും ഓസ്കാർ നേടുന്ന ആദ്യ ചിത്രം കൂടെയാണ് കേട്ടോ. ഫ്ലോയാണ് ആനിമേഷൻ ചിത്രം. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഉണ്ട്, ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് എന്നാണ് കേട്ടോ, ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ്. പിന്നെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്, ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ് ആണ്. മേക്കപ്പ് ദ സബ്സ്റ്റൻസ് എന്ന് കിട്ടി. മികച്ച ഗാനത്തിന് എൽ മാൽ. ഏത് ചിത്രം? എമിലിയ പെരേസ്. ഓക്കെ. അടുത്ത മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം കിട്ടിയിരിക്കുന്നത് ദി ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ആണ്. സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് 2, മികച്ച വിഷ്വൽ എഫക്ട്സും ഡ്യൂൺ പാർട്ട് 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ടിന് കിട്ടി. പിന്നെ ഛായാഗ്രഹണം ലോൽ ക്രൗളി, ഏതിനാണ്? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും വളരെ ഇമ്പോർട്ടന്റ് അല്ല, ഇനി ചോദിച്ചാലും അനുസരിച്ചാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. ആദ്യം പഠിച്ച ആ 5 നടനും നടിയും ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് പത്മ അവാർഡ്സ്. 2025 പത്മ അവാർഡ്സ് ആണ് കേട്ടോ. അപ്പൊ പത്മ അവാർഡ്സ് കൂടാതെ ഒരുപാട് സാഹിത്യ അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? അതുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോയിന്റ്മെന്റ്സും ഡേറ്റ്സ് ആൻഡ് ടീംസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. കാരണം 2 ആഴ്ച മുന്നെയാണ് നമ്മൾ ഡേറ്റ്സ് ആൻഡ് ടീംസ് ചെയ്തത്. സോ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട്, അതായത് 2024 മാറിയവരുടെ അപ്പോയിന്റ്മെന്റ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഏതൊക്കെ സ്ഥാനങ്ങളിൽ ആരൊക്കെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതുള്ളത് കൊണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ പദവികളും ഇട്ടിട്ടുണ്ട്, കേന്ദ്രത്തിലെ പദവികളും ഇട്ടിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ മാസവും അത് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൂടെ ചേർത്തിട്ടില്ല. ഓക്കെ. നമുക്കിപ്പൊ എന്താണ് പത്മ അവാർഡ്സ് നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പത്മ അവാർഡ്സ് കൊടുത്തത് എല്ലാവർക്കും. അപ്പോ ആകെ പത്മ അവാർഡുകൾ എത്രയാണ്? 139 പത്മ അവാർഡുകളാണ് ആകെ കൊടുത്തിരിക്കുന്നത്. അതിൽ 7 പത്മവിഭൂഷൺ ഉണ്ട്, 19 പത്മഭൂഷൺ ഉണ്ട്, 113 പത്മശ്രീ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ 139 പത്മ അവാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 7 പത്മവിഭൂഷൺ ആണ്, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ ആണ് കേട്ടോ. മലയാളികളുടെ എണ്ണം, അതായത് പത്മ അവാർഡ് ലഭിച്ച മലയാളികളുടെ എണ്ണം 5 ആണ്. അപ്പൊ പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് MP വാസുദേവൻ നായർക്കാണ്. മരണാനന്തര ബഹുമതി ആയിട്ടാണ്. അദ്ദേഹം നമുക്കറിയാം ഡിസംബർ 25 അന്തരിച്ചത്. ഡിസംബർ 25. അപ്പൊ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഡിസംബർ 25 കേട്ടോ. ഓർത്തിരിക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ MP വാസുദേവൻ നായർക്ക് കിട്ടിയിരിക്കുന്നത്. പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് PR ശ്രീജേഷ്, കായികം എന്ന മേഖലയ്ക്ക്, ജോസ് ചാക്കോ പെരിയപുറം വൈദ്യശാസ്ത്രം, ശോഭന നമ്മുടെ സിനിമാ നടിയാണ്, കല. പക്ഷെ അത് മലയാളി അല്ല, അവർക്ക് തമിഴ്നാട് സ്റ്റേറ്റ് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കേരളം നമുക്ക് മലയാളിയായിട്ട് തോന്നുമെങ്കിലും അവർ എന്ത് ചെയ്യാൻ, മലയാളികൾ കേരള സ്റ്റേറ്റിനല്ല കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ലിസ്റ്റ് എടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് തമിഴ്നാടാണ് സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മലയാളി എന്ന് പറയാൻ പറ്റില്ല. പത്മഭൂഷൺ കിട്ടിയവർ ആരൊക്കെയാണ്? PR ശ്രീജേഷ് കിട്ടിയിട്ടുണ്ട്, തോമസ് ചാക്കോ പെരിയപുറം, ശോഭന. അപ്പം ഈ കിട്ടിയ ഒരു 7 പേര് ഞാൻ പറഞ്ഞു, 7 പേർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഒരു ലിസ്റ്റ് ആണ്.
നിങ്ങൾ ഓർത്തിരിക്കുക. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ ആണ്, സ്റ്റേറ്റ് തെലങ്കാനയാണ്. ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് കേഹർ പബ്ലിക് അഫയേഴ്സ് ആണ്, ചണ്ഡീഗഡ്. പിന്നെ കുമുദിനി രജനീകാന്ത് ലേഖ്യ ആർട്ടാണ്, ഗുജറാത്ത്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ട്, കർണാടകയാണ്. MT വാസുദേവൻ നായർ പോസ്റ്റുമസ് മരിച്ചവർക്കാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ശ്രീ ഒസാമു സുസുക്കി, ശാരദ സിൻഹ, ഇവർക്കൊക്കെ വേണ്ടി. പക്ഷെ ഫുൾ ലിസ്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പത്മഭൂഷൺ കിട്ടിയതാണെങ്കിലും പത്മവിഭൂഷൺ കിട്ടിയതാണെങ്കിലും ആൾക്കാരുടെ പേര് പഠിക്കണം. പത്മശ്രീ ഒത്തിരി പേർക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് മലയാളികൾക്ക് ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഓക്കെ, പത്മശ്രീ 2 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. IM വിജയനും K ഓമനക്കുട്ടിക്കും. IM വിജയനും K ഓമനക്കുട്ടിക്കാണ് മലയാളികൾ. ഞാൻ പറഞ്ഞ ഒത്തിരി പേര് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളികളുടെ പേര് മാത്രം പഠിക്കുന്നു കേട്ടോ. IM വിജയനും K ഓമനക്കുട്ടിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ എന്തിനാണ് കിട്ടിയതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാനുള്ളത് സ്വരാജ് ട്രോഫിയാണ്. 2023-2024 സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫികൾ കിട്ടിയത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ പഞ്ചായത്തിലാണ്? അതെങ്ങനെ സ്വരാജ് ട്രോഫി കൊടുക്കുന്നത്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തിന്, ബ്ലോക്കിന് അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. സംസ്ഥാന തലത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം കൊല്ലമാണ് കേട്ടോ. 2ാം സ്ഥാനം തിരുവനന്തപുരമാണ്. ജില്ലാ പഞ്ചായത്താണ് നോക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം കൊല്ലം ജില്ല, 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് കേട്ടോ. അടുത്തത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ്, പെരുമ്പടപ്പ്. 2ാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂരാണ്. 3ാം സ്ഥാനം വരുന്നത് നീലേശ്വരം കാസർഗോഡാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ആർക്കാണ് സ്വരാജ് ട്രോഫി കിട്ടിയത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ജില്ലാ പഞ്ചായത്ത് നമ്മൾ നോക്കി. 1ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനും 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും. അടുത്ത ബ്ലോക്ക് പഞ്ചായത്താണ് നോക്കുന്നത്. 1ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് മലപ്പുറം. 2ാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയാണ്. 3ാം സ്ഥാനം വരുന്നത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, ഇനി അടുത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് നോക്കണം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ 1ാം സ്ഥാനമാണ്. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. അടുത്ത് 2ാം സ്ഥാനം ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ്. 3ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ജില്ലാ പഞ്ചായത്ത് നോക്കി, ബ്ലോക്ക് നോക്കി, ഗ്രാമപഞ്ചായത്ത് നോക്കി. അടുത്ത മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണ്? തിരുവനന്തപുരമാണ് വരുന്നത്. ഇനി നമുക്ക് മുനിസിപ്പാലിറ്റികൾ നോക്കണം. 1ാം സ്ഥാനം ഗുരുവായൂരാണ്, തൃശ്ശൂർ. 2ാം സ്ഥാനം വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയാണ്. 3ാം സ്ഥാനം ആന്തൂർ, കണ്ണൂർ ജില്ലയാണ് കേട്ടോ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എവിടെയാണ്? തിരുവനന്തപുരമാണ്. മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. ഓക്കെ, പിന്നെ മഹാത്മാ പുരസ്കാരം 2023-2024 കൂടി ഓർത്തിരിക്കുക. അതിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് കിട്ടിയിരിക്കുന്നത് 1ാം സ്ഥാനം ഒറ്റശേഖരമംഗലമാണ് കേട്ടോ. ഒറ്റശേഖരമംഗലം. ഈ സ്വരാജ് ട്രോഫിക്കുള്ളിൽ വരുന്നതിന് മഹാത്മാ പുരസ്കാരവും അയ്യങ്കാളി പുരസ്കാരവും ഒക്കെ അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിൽ ഗ്രാമപഞ്ചായത്താണ് ഞാൻ പറയുന്നത്. 1ാം സ്ഥാനം ഒറ്റശേഖരമംഗലം, തിരുവനന്തപുരം ജില്ല. 2ാം സ്ഥാനം മുട്ടാർ, ആലപ്പുഴ ജില്ല. 3ാം സ്ഥാനം കള്ളിക്കാട്, തിരുവനന്തപുരം ജില്ല. അതിൽ തന്നെ മഹാത്മയിൽ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരത്തുള്ള പെരിങ്കടവിളയാണ്. 2ാം സ്ഥാനം നീലേശ്വരം, കാസർഗോഡ്. 3ാം സ്ഥാനം അട്ടപ്പാടി, പാലക്കാട് ജില്ല. അടുത്ത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. അതിൽ മികച്ച കോർപ്പറേഷൻ വരുന്നത് എന്ത് തന്നെയാണ്? കൊല്ലം തന്നെയാണ്. സംസ്ഥാന തലത്തിലെ കൊല്ലമാണ്. അടുത്ത മുനിസിപ്പാലിറ്റി നോക്കാം. 1ാം സ്ഥാനം വടക്കാഞ്ചേരി, 2ാം സ്ഥാനം പട്ടാമ്പി, പാലക്കാട് കേട്ടോ. അപ്പം സ്വരാജ് ട്രോഫിയിൽ ആദ്യം നമ്മൾ സ്വരാജ് ട്രോഫി മെയിൻ ആയിട്ട് പഠിക്കുക. പിന്നെ അതിൽ മഹാത്മാ വരുന്നുണ്ട്. പിന്നെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പുരസ്കാരങ്ങളും ഒക്കെ. കൂടുതലും സംസ്ഥാന തലത്തിലുള്ള സ്വരാജ് ട്രോഫി തന്നെയാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് 39th നാഷണൽ ഗെയിംസ് ആണ് കേട്ടോ. 2025 39th നാഷണൽ ഗെയിംസ് ആണ് നടന്നത്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 38th ആണ് കേട്ടോ നാഷണൽ ഗെയിംസ്. 2025 നടന്ന നാഷണൽ ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എഡിഷൻ എത്രയാണ്? 38ാമതാണ്. 2025 നടന്നത്. ഇവിടെയാണ് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ഹോസ്റ്റ് ചെയ്തത്. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 28 ജനുവരി തൊട്ട് 14 ഫെബ്രുവരി വരെയാണ്. 2025 കേട്ടോ. അത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം,
ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂൺ. ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഇവന്റ്സ് നടക്കുന്നതും രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, അപ്പൊ 30th നാഷണൽ ഗെയിംസ് 2025 എഡിഷൻ 38ാമത് എഡിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത് ഇവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്, ഉത്തരാഖണ്ഡിലാണ് ഹോസ്റ്റ് ചെയ്തത്. ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 28 തൊട്ട് 14 ഫെബ്രുവരി 28 ജാനുവരി തൊട്ട് 14 ഫെബ്രുവരി വരെയാണ് നടന്നത്. പിന്നെ ഇനാഗുറേഷൻ സെറമണി നടന്നത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ക്ലോസിംഗ് സെറമണി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ മോട്ടോ സങ്കൽപ് സേ ശിഖർ തക്. സങ്കൽപ് സേ ശിഖർ തക് എന്നാണ് ഇതിന്റെ മോട്ടോ. ഇതിന്റെ മോസ്കട്ട് എഴുതുന്നത് മൗളി. മൗളി എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ മോഡൽ ബേർഡ് ആണ് കേട്ടോ. ഹിമാലയനിലെ ബേർഡ് ആണ്. ഇതിന്റെ ഒരു ഫോട്ടോ ഒക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഒരു കാർട്ടൂണിക് രൂപത്തിലുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. സ്റ്റേറ്റ് ബേർഡ് ഓഫ് UK, ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ഇത് മൗളി എന്ന് പറയുന്നത്. തീം എന്ന് പറയുന്നത് ഗ്രീൻ ഗെയിംസ് ആണ്. ഇനാഗുറേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ക്ലോസിംഗ് സെറമണി ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അമിത്ഷായാണ്. മോട്ടോ എന്താണ്? സങ്കൽപ് സേ ശിഖർ തക് എന്നാണ്. അതിന്റെ മോസ്കട്ട് വരുന്നത് മൗളിയാണ്. ഉത്തരാഖണ്ഡിന്റെ ബേർഡ് ആണ്, സ്റ്റേറ്റ് ബേർഡ് ആണ് കേട്ടോ, ഹിമാലയൻ ബേർഡ് ആണ്. തീം വരുന്നത് ഗ്രീൻ ഗെയിംസ് എന്നാണ്. പിന്നെ അതിന് മെഡൽ നേട്ടങ്ങളും ആർക്കൊക്കെ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായതാരാണ്? സർവീസസ് ആണ് ജേതാക്കളായത്. 121 മെഡലോട് കൂടിയാണ്. 68 സ്വർണം, 26 വെള്ളി, 27 വെങ്കലത്തോടു കൂടി 121 മെഡൽ നേടി. ഒന്നാം സ്ഥാനം നേടിയത് ആരെന്ന് വെച്ചാൽ സർവീസസ് ആണ് കേട്ടോ. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 54 സ്വർണം, 71 വെള്ളി, 72 വെങ്കലം. ആകെ 197 മെഡലുകളാണ് കേട്ടോ. മൂന്നാം സ്ഥാനം ഹരിയാനയാണ്. 48 സ്വർണം, 47 വെള്ളി, 58 വെങ്കലം. അങ്ങനെ 153 മെഡലുകളാണ്. നമുക്ക് ഒന്നാം സ്ഥാനം നേടിയത് സർവീസസ് ആണ്, 121 മെഡലാണ്. 2 മഹാരാഷ്ട്ര, 3 ഹരിയാനയാണ് കേട്ടോ. അടുത്ത 5ാം തവണയാണ് സർവീസസ് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരാകുന്നതെന്ന് പറഞ്ഞു. അടുത്ത എത്രാം തവണയാണ്? 5ാം തവണ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെഡൽ നിരയിൽ കേരളത്തിന്റെ സ്ഥാനം നോക്കി വയ്ക്കുക. 14ാം സ്ഥാനമാണ് കേരളത്തിന് കിട്ടിയത്. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. മൊത്തം 54 മെഡലാണ്. അങ്ങനെ 14ാം സ്ഥാനത്താണ് കേരളം എത്തിയിരിക്കുന്നത്. 5ാം തവണയാണ് സർവീസസ് ദേശീയ നാഷണൽ ഗെയിംസിൽ എന്ത് ചെയ്യുന്നത്? ചാമ്പ്യന്മാരാകുന്നത് എന്ന് പറഞ്ഞു. പിന്നെന്താണ്? കേരളത്തിന്റെ സ്ഥാനം കൂടി നോക്കി വയ്ക്കുക. 14ാം സ്ഥാനമാണ്. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലത്തോടുകൂടി 54 മെഡലാണ് കേരളം സ്വന്തമാക്കിയത്. അടുത്ത് ഇപ്പൊ കഴിഞ്ഞത് 38ആണ്. ഈ 39ാമത് നടക്കുന്ന വേദി ഏതാണ്? മേഘാലയയാണ് കേട്ടോ. ഇപ്പം നടന്നത് ഉത്തരാഖണ്ഡാണ്. 37 കഴിഞ്ഞ തവണ നടന്നത് ഗോവയാണ് കേട്ടോ. അപ്പൊ ഇത് 3 ഓർത്തിരിക്കുക. ഇപ്പൊ ഉത്തരാഖണ്ഡ്, കഴിഞ്ഞത് ഗോവ, ഇനി വരാനിരിക്കുന്നത് 39 മേഘാലയയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കിനി നോക്കാനുള്ളത് പ്രധാന പുരസ്കാരങ്ങളാണ് കേട്ടോ. പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ മാത്രമല്ല, എല്ലാ പുരസ്കാരങ്ങളും നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിൽ ഒരു ഓടക്കുഴലിന്റെ കാര്യം പഠിക്കുകയാണ്. സാധാരണ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓടക്കുഴൽ ഇപ്പൊ കിട്ടിയതും കഴിഞ്ഞ 2 തവണ കിട്ടിയതും പഠിക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഇതിൽ ചേർക്കുന്നില്ല. കാരണം എന്താണ്? എല്ലാ അവാർഡുകളും ഈ വർഷം കിട്ടിയിട്ടില്ല. അതായത് 2024-25 കാലഘട്ടങ്ങളില് എല്ലാ അവാർഡും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക. ഇപ്പൊ കിട്ടിയ പുരസ്കാരങ്ങൾ പഠിക്കുക. അത് കൂടാതെ വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ, വ്യാസ ജ്ഞാനപീഠം എല്ലാം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിക്കുക. കഴിഞ്ഞ തവണ കിട്ടിയതും ഒക്കെ കൂടെ എല്ലാം കൂടെ, കഴിഞ്ഞ തവണ കിട്ടിയതും ഈ തവണ കിട്ടിയതും ആണെങ്കിൽ അതിന് മുന്നേ കിട്ടിയതും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിവിടെ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ എല്ലാ അവാർഡും 2024-25 കൊടുത്തിട്ടില്ല. അപ്പൊ 2024-25 കൊടുത്ത പുരസ്കാരങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാത്തിനും വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ, കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൂടി ചേർത്ത് എന്ത് ചെയ്യാം? ഇനി ഒരു വീഡിയോ ചെയ്യാം, ടോപ്പിക് വൈസ് ചെയ്യാം. ഇത് ഈ നമ്മുടെ ഈ മൊത്തം കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ വീഡിയോ ഉണ്ടാവും. കൂടാതെ അപ്പോയിന്റ്മെന്റ്സ് ഞാൻ പറഞ്ഞു 2024-25 കുറെ പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഓക്കെ, അല്ലാതെ മാറാത്തവരുണ്ടല്ലോ, അതും എക്സാമിന് ചോദിക്കാം. അതുകൊണ്ട് എല്ലാം ഓർഡറിലാക്കിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ കേരളത്തിലെ പദവികളും കേന്ദ്രത്തിലെ പദവികളും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ വീണ്ടും അപ്ഡേറ്റഡ് ആയി ചേർത്തിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് കറക്റ്റ് ആയിട്ട് എല്ലാം ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ മറക്കത്തില്ല. ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? മാറുന്നവരുടെ മാത്രമാണ് നമ്മൾ പറയുന്നുണ്ട്. മാറാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ പദവികളും കൂടി പഠിക്കേണ്ടതും. അതുപോലെ തന്നെ ഡേറ്റ്സ് ആൻഡ് തീംസ് എന്ത് ചെയ്യും? കഴിഞ്ഞ ആഴ്ച ചെയ്തതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീണ്ടും പറയുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതുകൊണ്ടാണ്, പറഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ് കേട്ടോ. NS മാധവനാണ്.
എന്താണ് എഴുത്തച്ഛൻ 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ഓർത്തിരിക്കുക, കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടും ഇപ്പൊ മാറിയതുകൊണ്ട് ഇപ്പൊ കൊടുത്ത അവാർഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 23 കിട്ടിയത് SK വസന്തനാണ്. 23 SK വസന്തൻ. 24 എന്താണ് ആർക്കാണ് കിട്ടിയത്, NS മാധവനാണ്. എഴുത്തച്ഛനാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ. വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി ഭാഷയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. പിന്നെ പഠിക്കാനുള്ളത് 25 കടമ്മനിട്ട പുരസ്കാരമാണ്. കടമ്മനിട്ട പുരസ്കാരം M ലീലാവതിക്കാണ്. 2024 കിട്ടിയതും ചോദിക്കാം. ഇപ്പൊ 25 മാത്രമല്ല 24 ചോദിക്കാം. 24 റഫീഖ് അഹമ്മദ് ആണ്. ഓക്കെ ആണ്. ഒന്നുകൂടെ നോക്കുകയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം പറഞ്ഞു 2024 NS മാധവനാണ്. അത് കഴിഞ്ഞിട്ട് SK വസന്തനാണ് 2023 കിട്ടിയത്. പിന്നെ നമ്മൾ പഠിച്ചത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 കൊടുത്തതാണ്. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഹിന്ദിയാണ്, ഹിന്ദി ഭാഷയ്ക്കാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഓക്കെ. ഇനി നോക്കാനുള്ളത് 2025 കടമ്മനിട്ട പുരസ്കാരം M ലീലാവതിക്കാണ്. 24 കിട്ടിയതാർക്കാണ്, റഫീഖ് അഹമ്മദിനാണ് കേട്ടോ. അടുത്തത് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം. 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷൻ ഏത് നോവലിനാണ്, ഗോപ എന്ന നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 24 ഓർത്തിരിക്കണം, കാരണം 24 ചോദിക്കാം. അതുകൊണ്ട് 24 ഓർത്തു വയ്ക്കുക. വീരമണി ദാസനാണ് കേട്ടോ. അപ്പൊ 24 ഓടക്കുഴൽ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് K അരവിന്ദാക്ഷനാണ്. നോവല് ഗോപ. പിന്നെ ഹരിവരാസനം ലഭിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 24 ലഭിച്ചിരിക്കുന്നത് വീരമണി ദാസനാണ്. പിന്നെ നോക്കാനുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ്. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K ജയകുമാറാണ്. എല്ലാ ഭാഷയ്ക്കും കൊടുക്കാറുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. അങ്ങനെ മലയാള ഭാഷ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. മലയാള ഭാഷയ്ക്ക് കിട്ടിയിരിക്കുന്നത് K ജയകുമാറാണ്. മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും K ജയകുമാർ. പിങ്കളകേശിനി, അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് പിങ്കളകേശിനി എന്നാണ് കേട്ടോ. K ജയകുമാറാണ്. നോവലിന്റെ പേര് പിങ്കളകേശിനി. 23 കിട്ടിയത് EV രാമകൃഷ്ണനാണ്. മലയാള കാലത്ത് നോവലിന്റെ ദേശകാലങ്ങൾ, മലയാള നോവലിന്റെ ദേശകാലങ്ങൾ EV രാമകൃഷ്ണനാണ് കിട്ടിയത്. 23 24 ലഭിച്ചിരിക്കുന്നത് K ജയകുമാർ, പിങ്കളകേശിനി. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം. ബാലസാഹിത്യ പുരസ്കാരം കൊടുക്കാറുണ്ട്, യുവ പുരസ്കാരം, അങ്ങനെയൊക്കെ കേന്ദ്ര സാഹിത്യത്തിൽ കൊടുക്കാറുണ്ട്. അപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലം. നോവലിന്റെ പേര് അൽഗോരിതങ്ങളുടെ നാട്. എന്താണ്, അൽഗോരിതങ്ങളുടെ നാട് എന്നാണ്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് R ശ്യാംകൃഷ്ണനാണ്. മീശക്കലൻ എന്നുള്ള നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യവും യുവ പുരസ്കാരവും നോക്കണം. ബാലസാഹിത്യം കിട്ടിയിരിക്കുന്നത് ഉണ്ണി അമ്മയമ്പലം, അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതിനാണ്. അടുത്ത് യുവ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് R ശ്യാംകൃഷ്ണനാണ്. ഏത് നോവലിനാണ്, മീശക്കലൻ എന്ന് പറഞ്ഞ നോവലിനാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഈ വർഷം ലഭിച്ച കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് അവാർഡ്സ് ആണ്. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. ആരാണ്, KP ശങ്കരൻ. 24 പഠിക്കണം. 24 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 25 ജ്ഞാനപ്പാനമാണ് പറയുന്നത്. ജ്ഞാനപ്പാന പുരസ്കാരം 2025 KP ശങ്കരനാണ്. 24 രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് കേട്ടോ. 25 P ഭാസ്കരൻ പുരസ്കാരം നേതാവെന്ന് പറഞ്ഞാല് ജയചന്ദ്രനാണ്. 2025 P ഭാസ്കരൻ പുരസ്കാര ജേതാവാരാണ്, P ജയചന്ദ്രനാണ്. അതുപോലെ 2024 കേരള ശാസ്ത്ര പുരസ്കാരം S സോമനാഥാണ്. നമ്മുടെ മുൻ ISR ചെയർമാൻ ആണ് S സോമനാഥ്. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരനാണ്. 2024 രാധാകൃഷ്ണനാണ്. P ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് P ജയചന്ദ്രൻ. കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് S സോമനാഥാണ് കേട്ടോ. ഒരുപാട് പേരുകളുണ്ട്. 2024 ഫുള്ള് നമ്മൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നുണ്ടെന്ന് ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പാട്ടായിട്ട് പഠിച്ചാലും മതിയാവും. ഒത്തിരി ഉള്ളത് കൊണ്ട് പഠിക്കാതെ പോകരുത്. എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച 17ാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജി അതാ നോവലിനാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 17ാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. ഓക്കെ, 17ാമത് ബഷീർ സ്മാരക പുരസ്കാരം PN ഗോപികൃഷ്ണൻ.
അടുത്ത 2024 JCB അവാർഡാണ് കിട്ടിയത്. JCB അവാർഡുകളെ കുറിച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഉപമന്യു ചാറ്റർജിയാണ്. കൃതി ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ആണ്. 2024 JCB അവാർഡാണ്, ഓർത്തിരിക്കുക, JCB അവാർഡ്. ഇതുപോലെ നമുക്ക് 2024 ബുക്കർ പ്രൈസ് കൂടെ നോക്കണം. ബുക്കർ പ്രൈസ് സാമന്ത ഹാർവി, കൃതി ഓർബിറ്റൽ ആണ്. ഒത്തിരി ഒന്നും പറഞ്ഞ നമ്മള് കിട്ടിയ ആളും അതിന്റെ കൃതിയും മാത്രമാണ് നോക്കി പോകുന്നത്. അപ്പൊ 2024 JCB അവാർഡ് കിട്ടിയത് ഉപമന്യു ചാറ്റർജിക്കാണ്. ബുക്കർ പ്രൈസ് സാമന്ത ഹാർവി, ഓർബിറ്റൽ എന്നുള്ളൊരു കൃതിക്കാണ്. പിന്നെ 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജെന്നി എർപ്പൻബെക്ക് ആണ് കിട്ടിയത്. ജെന്നി എർപ്പൻബെക്ക്, കൃതി കൈറോസ്. ഓക്കെ, ബുക്കർ പ്രൈസ് വേറെ, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വേറെയാണ്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജെന്നി എർപ്പൻബെക്ക് ആണ്. കൃതി കൈറോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് യൂണിയൻ ബജറ്റ് ആണ്. 2022 കേന്ദ്ര ബജറ്റും നോക്കണം, കേരള ബജറ്റും നോക്കേണ്ടത്. കേന്ദ്ര ബജറ്റ് നോക്കാം, വേഗം പറഞ്ഞു പോവാണ്. 2025-26 കേന്ദ്ര ബജറ്റാണ് നോക്കുന്നത്. എന്നായിരുന്നു 2025 ഫെബ്രുവരി 1 കേട്ടോ അവതരിപ്പിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. എത്ര മിനിറ്റ് ആണ്? 1 മണിക്കൂർ 14 മിനിറ്റ് ആണ് എടുത്തത്. അപ്പോ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2020-21 കാലഘട്ടത്തിലാണ് 2 hour 40 മിനിറ്റ് ആണ് എടുത്തത്. 2 hour 40 മിനിറ്റ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് 2025-26 കേന്ദ്ര ബജറ്റ് ആണ്. എന്നാണെന്ന് വെച്ചാൽ 2025 ഫെബ്രുവരി 1 കേട്ടോ. ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. 1 മണിക്കൂർ 14 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയത് 2020-21 കാലഘട്ടത്തിലായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 2 hour 40 മിനിറ്റ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഏറ്റവും വലുത് പറഞ്ഞു, ഇനി ഏറ്റവും ചെറുത് കൂടി നോക്കുകയാണ്. HM പട്ടേൽ 800 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. 1977 ഇടക്കാല ബജറ്റിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പം നമ്മൾ ഏറ്റവും വലിയ ദൈർഘ്യമേറിയത് പറഞ്ഞതുകൊണ്ട് എന്താണ് ചെറിയ ബജറ്റും കൂടി പറഞ്ഞതാണ്. അടുത്തത് നമുക്ക് നിർമ്മല സീതാരാമനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കേണ്ടതുണ്ട്. തുടർച്ചയായി 8ാമത്തെ തവണ ബജറ്റ് അവതരിപ്പിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ തവണ മൊറാർജി ദേശായി ആണ് കേട്ടോ, 10 തവണ. തുടർച്ചയായിട്ടല്ല, അല്ലാണ്ട്. അപ്പൊ നിർമ്മല സീതാരാമൻ എത്ര തവണയാണ്? തുടർച്ചയായി 8ാമത്. തുടർച്ചയായി എന്നുള്ള പേരാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തുടർച്ചയായി 8ാമത്തെ തവണയാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. എത്ര തവണ? 10 തവണയാണ് കേട്ടോ. പിന്നെ തെലുങ്ക് കവിയും നാടകൃത്തുമായ ശ്രീ ഗുരാജാട അപ്പ റാവുവിന്റെ ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം എന്നാൽ അതിന്റെ ജനങ്ങളാണ് എന്നൊരു പ്രസിദ്ധമായ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ബജറ്റ് ആരംഭിച്ചത് കേട്ടോ. തീം, അതായത് 2025-26 കേന്ദ്ര ബജറ്റിന്റെ തീം എന്ന് പറയുന്നത് സബ്കാ വികാസ്, ലക്ഷ്യം വികസിത ഭാരതം, വികസിത് ഭാരത് അല്ലെങ്കിൽ വികസിത ഭാരതം. പിന്നെ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മൊത്തം വരുമാനം 34.96 ലക്ഷം കോടി രൂപയാണ്. മൊത്തം ചെലവ് 50.65 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ അറ്റനികുതി വരുമാനം 28.37 ലക്ഷം കോടിയും, ധനക്കമ്മി GDP-യുടെ 4.4%, റവന്യൂ കമ്മി GDP-യുടെ 1.5% ആണ്. ഓക്കെ, പിന്നെ ബജറ്റ് ലക്ഷ്യം വെക്കുന്ന ജനവിഭാഗങ്ങള് ദരിദ്രർ, ഹിന്ദിയിൽ അത് പറയുമ്പോൾ ഗരീബ് എന്നാണ് കേട്ടോ. അതാണ് ഞാൻ ഹിന്ദിയും കൂടി പറഞ്ഞിരിക്കുന്നത്, ദരിദ്രർ. പിന്നെ എന്താണ്? യുവാക്കള്, കർഷകര്, സ്ത്രീകള്. ദരിദ്രര്, യുവാക്കള്, കർഷകർ, സ്ത്രീകൾ, ഇവരെയൊക്കെയാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്ന ജനവിഭാഗങ്ങൾ. ആരൊക്കെയാണ്? ദരിദ്രരുണ്ട്, യുവാക്കള്, കർഷകര്, സ്ത്രീകള്. പിന്നെ ഈ വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കാം. വളർച്ച ത്വരിതപ്പെടുത്തുക, ഏവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുക, ഇന്ത്യയുടെ ഉയർന്നു വരുന്ന മധ്യവർഗത്തിന്റെ ചെലവ് ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, പിന്നെ സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക, കുടുംബങ്ങളുടെ വൈകാര്യത ഉയർത്തുക. ഇതൊക്കെയാണ് വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾ. വികസിത ഭാരതം എന്നാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞു, തീമിന് ലക്ഷ്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതില് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ വളർച്ച ത്വരിതപ്പെടുത്തുക, ഏവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുക, ഇന്ത്യയുടെ ഉയർന്നു വരുന്ന മധ്യവർഗത്തിന്റെ ചെലവ് ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക, കുടുംബങ്ങളുടെ വൈകാര്യത ഉയർത്തുക. ഇതൊക്കെയാണ്. പിന്നെ ഇവരൊരു 4 എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബജറ്റിൽ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല്
കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിന് MSME എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ വികസനത്തിന്റെ 4 എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ ബജറ്റിന് വേണ്ടിയിട്ടൊരു ലക്ഷ്യവും ഒരു എങ്ങനെയാണ് ഇനി ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 4 സംഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. 1 കൃഷി, 2 MSME, 3 നിക്ഷേപം, 4 എന്താണ് കയറ്റുമതി. പുതിയ ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധിയാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിധി 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപ വരെ ഉള്ളവർ എന്ത് ചെയ്തു, ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ പുതിയൊരു നികുതി നിരക്ക് ഞാനിവിടെ പറയാം. 0 to 4 lakhs എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നികുതി ഇല്ല നമുക്ക്. 4 തൊട്ട് 8 ആവുമ്പോൾ അത് 5%, 8 തൊട്ട് 12 ആവുമ്പോൾ 10%, 12 തൊട്ട് 16 വരെ ആകുമ്പോൾ 15%, 16 തൊട്ട് 20 വരെ ആകുമ്പോൾ 20%, പിന്നെ 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എന്താണ് 30% കേട്ടോ. ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക പരിധി വെച്ചാൽ 12 ലക്ഷമാണ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുതുക്കിയ നികുതി നിരക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോ എക്കണോമിക്സിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നുള്ളൂ. പിന്നെ വരവും ചെലവും നമുക്കൊന്ന് നോക്കാം. വരവ്, കടമെടുപ്പ്, മറ്റു ബാധ്യതകൾ 24%, ആദായ നികുതി 22%, GST മറ്റു നികുതികളും 18%, കോർപ്പറേഷൻ നികുതി 17%, നികുതിയേതര വരുമാനം 9%, എക്സൈസ് തീരുവ 5%, കസ്റ്റംസ് 4%, കടമില്ലാത്ത മൂലധന വരവ് 1%. അടുത്തതുപോലെ ചെലവ്, പലിശ അടവ് 20%, സംസ്ഥാന തീരുവ നികുതി വിഹിതം 22%, കേന്ദ്ര മേഖല പദ്ധതികൾ 16%, മറ്റു ചെലവുകൾ 8%, കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ 8%, പ്രതിരോധം 8%, ഫിനാൻസ് കമ്മീഷനും മറ്റ് ട്രാൻസ്ഫറുകളും ചേർന്ന് 8%, സബ്സിഡി 8%, പെൻഷൻ 4%. ഇങ്ങനെയാണ് ചെലവ് വരുന്നത്. അപ്പൊ വരവും ചെലവും ഫുൾ ഇത് പഠിക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ മറന്നുപോകും. എന്നാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ബാക്കി പ്രധാന പ്രഖ്യാപനങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെയാക്കി, നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ 5 IIT-കൾക്ക് സഹായം, നമ്മുടെ പട്ടികയിൽ എന്തുണ്ട്, പാലക്കാട് IIT ഉൾപ്പെടുന്നുണ്ട്. 5 IIT-കൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. പരുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പഞ്ചവത്സര പദ്ധതിയുണ്ട്. അസമിൽ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകളിൽ കേന്ദ്രീകരിക്കും. പിന്നെ ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടി. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി. ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി 2ാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. ബീഹാറിൽ എന്തുണ്ട്, ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാൻ ആത്മനിർഭരത പദ്ധതി. പ്രധാനമായും എന്താണ്, തുവര, ഉഴുന്ന്, ചുവന്ന പരിപ്പ് എന്നിവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖേലോ ഇന്ത്യക്ക് എന്താണ് 1000 കോടി. ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനിയാക്കും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട്. ഒന്നുകൂടെ നോക്കാം. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് പറയുന്നത്. ആദായ നികുതി 12 ലക്ഷം വരെയാക്കി. 5 IIT, പരുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി. അസമിൽ യൂറിയ പ്ലാന്റ്. ബീഹാറിൽ മഖാന ബോർഡ്. പിന്നെ ധൻധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകളിൽ കേന്ദ്രീകരിക്കും. ജൽ ജീവൻ മിഷൻ എത്ര വരെയാക്കി, 2028 വരെയാക്കി. കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി മാറ്റിയിട്ടുണ്ട്. ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി 2ാമത്തെ ജീൻ ബാങ്ക്. പിന്നെ ബീഹാറിൽ എന്തുണ്ട്, ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരുന്നുണ്ട്. ഖേലോ ഇന്ത്യ 1000 കോടി. ഇന്ത്യ പോസ്റ്റ് ലോജിസ്റ്റിക് കമ്പനിയാക്കും. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് കേരള ബജറ്റ് ആണ്. അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. എന്നാണെന്ന് ചോദിച്ചാൽ 2025 ഫെബ്രുവരി 7-നാണ് കേട്ടോ. ഫെബ്രുവരി 7-നാണ്. സിറ്റിസൺ ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സിറ്റിസൺ ബജറ്റ് എന്താണെന്ന് നോക്കാം. 2025-ലാണ് കേരളത്തിൽ ആദ്യമായി സിറ്റിസൺ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റിലെ വരവും ചെലവും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി വിവരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്നത്. ഇത്തവണത്തെ ബജറ്റ് എന്തായിരുന്നു, സിറ്റിസൺ ബജറ്റ് ആയിരുന്നു. ആരാണ് അവതരിപ്പിച്ചത്, KN ബാലഗോപാൽ ആണ്. എന്നാണ്, ഫെബ്രുവരി 7. ഇതിന്റെ വരവും ചിലവും നോക്കാം. അങ്ങനെ വരവും ചിലവും ചോദിച്ചെന്നല്ല, ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാന്നേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത് GST, വിൽപ്പന നികുതി, മദ്യം, ലോട്ടറി എന്നിവയിൽ നിന്നാണ് കേട്ടോ. 1,10,000 സംതിങ് കോടി വരുന്നുണ്ട്. റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുത്തത് 45,38,52 കോടിയാണ്. ഏറ്റവും കൂടുതൽ ചിലവ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ,
മുൻപ് വാങ്ങിയ കടത്തിന്റെ പലിശ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവ്. പിന്നെ കൂടിയ നിരക്കുകൾ ഓർത്തിരിക്കുക. 23 കോടതി ഫീസുകൾ കൂട്ടിയിട്ടുണ്ട്. 15 വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി 50% കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കുകളുടെ ഗുഹാനും റിലീസിനും നിരക്കുകൾ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ മറ്റു പ്രഖ്യാപനങ്ങൾ പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങള്, പിന്നെ തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 ആരംഭിക്കും. കണ്ണൂർ, കൊല്ലം, കൊട്ടാരക്കര എന്നിവ IT പാർക്കുകൾ. എവിടെയൊക്കെയാണ്? കണ്ണൂർ, കൊല്ലം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ എന്തുണ്ട്? IT പാർക്കുകൾ വരുന്നുണ്ട്. പിന്നെ 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് എത്ര വീടുകളാണ്? 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. പിന്നെ ക്ലിക്ക് എന്നൊരു പദ്ധതിയാണ്, ഒരു പോർട്ടൽ. കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്ന് പറയും. അത് ആരംഭിക്കും. വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള, ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനുള്ള കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ പോർട്ടലിന്റെ പേരാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. ന്യൂ ഇന്നിംഗ്സിന്റെ MD സ്മാരക പഠന കേന്ദ്രം, വൈക്കം സത്യാഗ്രഹ സ്മാരക പഠന കേന്ദ്രം, 2 പഠന കേന്ദ്രങ്ങളാണ് വരുന്നത്. പിന്നെ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം വരുന്നുണ്ട്. ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് എത്ര കോടി? 10 കോടി വകയിരുത്തി. പുനരുജ്ജീവനം പദ്ധതിയാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസം നടപ്പിലാക്കുന്നുണ്ട്. അടുത്തത്, കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് സാധിക്കുന്നുണ്ട്. CM കിട്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട്. CM റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ഒക്കെ പദ്ധതികളാണ് കേട്ടോ, എല്ലാം പദ്ധതികളാണ്. അതൊക്കെ ചെയ്യുമെന്ന് ആ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ആ പേരുകളൊന്നും ഓർത്തിരിക്കണം. പിന്നെ സ്വദേശാവനി കേസിൽ പുരസ്കാര തുക 1.5 ലാഖായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളുടെ നിരക്കുകൾ എത്രയായി? 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷീരവികസനം, സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് എവിടെയാണ്? മലപ്പുറം മൂർക്കനാട് മിൽമ ഫാക്ടറി, അവിടെ ആണ് ക്ഷീരവികസനം. അടുത്ത നെടുകാലത്തേരിയിൽ പുതിയ കാലിത്തീറ്റ ഫാം സ്ഥാപിക്കും. കണ്ണൂരിലെ ധർമ്മട നിയോജക മണ്ഡലത്തിൽ എന്താണ്? ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും. അപ്പൊ എന്താണ്? പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് മലപ്പുറം. നെടുകാലത്തേരിയിൽ എന്താണ്? കാലിത്തീറ്റ ഫാം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് എന്താണ്? ഗ്ലോബൽ ഡയറി വില്ലേജ്. അത് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായി കേരളത്തെയും മികച്ച മറൈൻ ജില്ലയായി കൊല്ലത്തെയും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പദ്ധതികൾ നോക്കണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കേരള സർക്കാരിന്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അവർക്ക് ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് പേര്. അതുപോലെ ഉഡാൻ എന്ന് പറയുമ്പോഴത്തേനും കേരളത്തിലെ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന കേന്ദ്ര പദ്ധതിയാണ് റീജിയൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ എന്ന് പറയുന്നത്. അടുത്ത മാർഗദീപം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ആണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മാർഗദീപം. അതുപോലെ അടുത്തൊരെണ്ണമാണ് കേരള ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നുണ്ട്. കേരള സർക്കാരിന്റെ ഗവേണൻസ് പദ്ധതിയാണ് ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ പദ്ധതികൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊക്കെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മികച്ച ചിത്രം നോക്കാം. കാതൽ ദി ഗോർ, ജിയോ ബേബിയാണ് അതിന്റെ ഡയറക്ടർ. മികച്ച 2ാമത്തെ ചിത്രം ഇരട്ടയാണ് കേട്ടോ. മികച്ച സംവിധായകൻ വരുന്നത് ബ്ലസ്സിയാണ്, ആടുജീവിതം എന്നുള്ള ചിത്രത്തിനാണ്. മികച്ച നടൻ വരുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്, ആടുജീവിതം എന്ന ചിത്രം. ഒന്നുകൂടെ പറയാണ്, മികച്ച ചിത്രം കാതൽ ദി കോറാണ്, ജിയോ ബേബിയാണ് ഡയറക്ടർ. 2ാമത്തെ ചിത്രം ഇരട്ട, മികച്ച സംവിധായകൻ ബ്ലസ്സി, നടൻ പൃഥ്വിരാജ് ആണ്. അടുത്ത മികച്ച നടി എന്ന് പറയുന്നത് ഉർവശിയും ബീന ആർ ചന്ദ്രൻ, 2 പേരുണ്ട്. ഉള്ളൊഴുക്കും തടവും, അങ്ങനെ 2 സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മികച്ച സഹനടൻ വിജയരാഘവനാണ്, പൂക്കാലം എന്നുള്ള സിനിമ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രനാണ്. ജനപ്രിയ ചിത്രം ആടുജീവിതമാണ്. മികച്ച തിരക്കഥയും ഇരട്ടാണ്. ഇരട്ടയ്ക്ക് 2 എണ്ണം ഉണ്ട്. രോഹിത് MG കൃഷ്ണനാണ്. സഹനടൻ വിജയരാഘവൻ, നടി ഉർവശി, ബീന ആർ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. ജനപ്രിയ ചിത്രം ആടുജീവിതം. മികച്ച തിരക്കഥ ഇരട്ടയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി കാര്യങ്ങൾ ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. മികച്ച ബാലതാരം തെന്നൽ അഭിലാഷ്, അർവിത് മേനോൻ.
മികച്ച പിന്നണി ഗായിക ആൻ ആനിയാണ്. പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ, നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, ജൂറി ചെയർമാൻ സുധീർ മിശ്ര. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അവാർഡിന്റെ. ഇപ്പൊ നമ്മൾ സംസ്ഥാന അവാർഡാണ് പഠിച്ചത്. ഇനി നാഷണൽ അവാർഡ്സ് ആണ്. നാഷണൽ അവാർഡ് 70ാമതാണ് കേട്ടോ. അത് മികച്ച നടൻ വരുന്നത് ഋഷഭ് ഷെട്ടിയാണ്, കാന്താര. നടി വരുന്നത് 2 പേരുണ്ട്, നിത്യ മേനോനും മാനസി പരീഖും. തിരുച്ചിത്രമ്പലവും കച്ച് എക്സ്പ്രസുമാണ്. മികച്ച ചിത്രം ആട്ടം, മലയാളം മൂവിയാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, PSC ക്ക് ചോദിക്കാൻ, മലയാളം മൂവി ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആട്ടം എന്നാണ്. സംവിധായകൻ സൂരജ് ആർ ബർജാത്തിയാണ്. ഊഞ്ചായി സിനിമയ്ക്കാണ്. മികച്ച സഹനടൻ പവൻരാജ് മൽഹോത്ര, മികച്ച സഹനടി നീന ഗുപ്തയാണ് കേട്ടോ. മികച്ച ചിത്രം ആട്ടം, മലയാള ചിത്രമായതുകൊണ്ട് ഓർത്തിരിക്കുക. ജനപ്രിയ ചിത്രം കാന്താര, മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്കാണ്. ബാലതാരം ശ്രീപദ്, പിന്നണി ഗായിക ബോംബെ ജയശ്രീ, ഗായകൻ അർജിത് സിംഗ്, സംഗീത സംവിധായകൻ പ്രീതം. പിന്നെ നമുക്ക് നോക്കേണ്ട 2 ആട്ടത്തിനാണ്. ആട്ടം മലയാളം ചിത്രമായതുകൊണ്ട് നമ്മൾ അത് നോക്കി വെക്കണം. മികച്ച തിരക്കഥയും മികച്ച എഡിറ്റിംഗ്. അപ്പം മൊത്തം എത്രയാണ്? മികച്ച ചിത്രവും ഇത് തന്നെയാണ്, ആട്ടം തന്നെയാണ്. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷിയാണ്, ആട്ടം എന്നുള്ള ചിത്രം. എഡിറ്റിംഗ് മഹേഷ് ഭുവനന്ദർ, ആട്ടം എന്നുള്ള ചിത്രം. അടുത്ത് നമുക്ക് സ്പോർട്സിന്റെ വേദികൾ നോക്കാം. 22 പഠിക്കേണ്ട ആവശ്യമില്ല, 26 നോക്കിയാലും മതി. 26, 25 കാലഘട്ടങ്ങളിൽ നോക്കിയാൽ മതി. ഏഷ്യൻ ഗെയിംസ് ആണ് നോക്കുന്നത്. 22 ഹാങ്ഷു ചൈനയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യ 4ാമത്തെ പൊസിഷനോടെയാണ് ഫിനിഷ് ചെയ്തത്. 26 നടക്കാൻ പോകുന്നത് നഗോയയാണ്, ജപ്പാൻ. അടുത്ത 30 ദോഹ ഖത്തർ, 34 റിയാദ് സൗദി അറേബ്യ. അപ്പം ഇനി നടക്കാനിരിക്കുന്നത് എന്തായാലും ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസ് ആണ് പഠിച്ചത്. ഇനി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ ആയിരുന്നു. വിന്നർ ഡി ഗുകേഷ് ആയിരുന്നു. റണ്ണറപ്പ് ഡിങ് ലിറൈൻ ആണ്, ചൈനയാണ്. ഡി ഗുകേഷ് തമിഴ്നാട് സ്വദേശിയാണ്, നമുക്കറിയാം. ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചെസ് ചാമ്പ്യൻ ആണ് ഡി ഗുകേഷ്. അപ്പോ എവിടെ വെച്ചായിരുന്നു? സിംഗപ്പൂരിൽ വെച്ചായിരുന്നു കേട്ടോ, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഇനി നോക്കേണ്ടത് കോമൺവെൽത്ത് ഗെയിംസ് വേദികളാണ്. 2026 വിക്ടോറിയ ഓസ്ട്രേലിയ. 2022 നടന്നത് ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിലായിരുന്നു. ഇന്ത്യ 4ാമത്തെ പൊസിഷനോടുകൂടി ഫിനിഷ് ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇനി നടക്കാൻ പോകുന്നത് 2026 ഇവിടെ വെച്ചിട്ടാണ്, ഓസ്ട്രേലിയയിലെ വിക്ടോറിയ. ഇനി നോക്കേണ്ടത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കേട്ടോ. 2024 സ്ഥലം നടക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ചെന്നൈ, ട്രിച്ചി, മധുരൈ, കോയമ്പത്തൂർ അങ്ങനെ 4 സ്ഥലങ്ങളിൽ വെച്ചാണ് നടന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് തമിഴ്നാട്ടിലാണ് 2024. ജയിച്ചത് മഹാരാഷ്ട്രയാണ്. 23 5th ആയിരുന്നു കേട്ടോ, 5ാമത് ഖേലോ ആയിരുന്നു. 2023 നടന്നത് മധ്യപ്രദേശ്. വിന്നേഴ്സ് മഹാരാഷ്ട്ര. 2 വിന്നേഴ്സ് 1 തന്നെയാണ് കേട്ടോ. അപ്പം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇമ്പോർട്ടന്റ് ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ICC വേദികളാണ് നോക്കേണ്ടത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2020 ലോകകപ്പ് പുരുഷ വിഭാഗമാണ് ഞാൻ ആദ്യം പറയുന്നത്. 24 അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. ചാമ്പ്യന്മാർ ആരായിരുന്നു? ഇന്ത്യയാണ് ജയിച്ചത്. 2024 26 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും. 2028 ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓക്കെ, അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു, ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. അടുത്ത വനിത നോക്കാം. വനിത 2020 ലോകകപ്പ് UAE ആയിരുന്നു, ചാമ്പ്യൻസ് ന്യൂസിലാൻഡ് ആണ്. ഇനി നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അടുത്തതുപോലെ ഹോക്കിയാണ്. വുമൻസും മെൻസും നോക്കേണ്ടതുണ്ട്. വുമൻസ് 22 നടന്നത് സ്പെയിൻ നെതർലാൻഡിലാണ്, ചാമ്പ്യൻസ് നെതർലാൻഡ് ആയിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? ബെൽജിയമിലും നെതർലാൻഡിലും വെച്ചിട്ടാണ് 26. അത് വുമൻസ് ആണ്. ഇനി നമ്മൾ മെൻസ് നോക്കുവാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ചാമ്പ്യൻസ് ആരായിരുന്നു? ജർമ്മനി ആയിരുന്നു കേട്ടോ. 2023 നടന്നത്. ഇനി നടക്കാൻ പോകുന്നത് 26 ബെൽജിയം നെതർലാൻഡ് ആണ്. അപ്പൊ 26 മെൻസും വുമൻസും 26 നടക്കാൻ പോകുന്നത് എവിടെ തന്നെയാണ്? ബെൽജിയത്തിലും നെതർലാൻഡിലും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഫിഫ വേൾഡ് കപ്പ്, അത് മെൻസും വുമൻസും നോക്കണം. 22 ഖത്തറിലായിരുന്നു, ചാമ്പ്യൻസ് അർജന്റീന. ഇനി നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ, US. 2026 നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ, US. പിന്നെ വിമൻസിന്റെ നോക്കുവാണെങ്കിൽ 23 ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലായിരുന്നു, ചാമ്പ്യൻസ് സ്പെയിൻ ആയിരുന്നു കേട്ടോ. ചാമ്പ്യൻസ് കഴിഞ്ഞ ചാമ്പ്യൻസ് നോക്കി വയ്ക്കുക. ഇനി എവിടെയാണെന്ന് നോക്കാം. വുമൻസ് എവിടെയാണ് ഇനി നടക്കാൻ പോകുന്നത്? 27 ബ്രസീലിലാണ്. മെൻസ് 26 നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ, US ആണ് കേട്ടോ. 27 ബ്രസീലിലാണ്. പിന്നെ 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡ് ബുഡാപെസ്റ്റ് ഹംഗറിയാണ്. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡ്.
46ാമത് ചെസ് ഒളിമ്പ്യാഡ് താഷ്കെന്റ് ഉസ്ബെക്കിസ്ഥാനിലാണ്. 2026 46ാമത് ചെസ് ഒളിമ്പ്യാഡ് താഷ്കെന്റ് ഉസ്ബെക്കിസ്ഥാനിലാണ് കേട്ടോ. അടുത്ത ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് നോക്കേണ്ടത്. 2023 ബുഡാപെസ്റ്റ് ഹംഗറിയിലായിരുന്നു. 2025 ടോക്കിയോ ജപ്പാനാണ്. അപ്പോ 45ാമത് ചെസ് ഒളിമ്പ്യാഡ് ബുഡാപെസ്റ്റ് ഹംഗറി, 46ാമത് ചെസ് ഒളിമ്പ്യാഡ് താഷ്കെന്റ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ നോക്കുന്നത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളാണ്. 2023 ബുഡാപെസ്റ്റ് ഹംഗറി, 25 ടോക്കിയോ ജപ്പാൻ. ഇനി കുറച്ച് അല്ലാത്തത് നോക്കാം നമുക്ക്. 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന വേദികളാണ്. 2062 കൊല്ലം, 63 തിരുവനന്തപുരം കേട്ടോ. അടുത്ത കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് കൊച്ചിയാണ്. വിജയികൾ തിരുവനന്തപുരമായിരുന്നു. സ്പോർട്സ് മീറ്റിന്റെ വേദി കൊച്ചിയാണ്. കേരള ശാസ്ത്ര കോൺഗ്രസ്, ഇതെല്ലാം 2024 2024. ഇത് 2025. 24 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. അത് കൊല്ലമായിരുന്നു. 25 63 തിരുവനന്തപുരം ആയിരുന്നു. അടുത്ത 24 കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡാണ്. കാസർഗോഡ്. 2023 108ാമത് സയൻസ് കോൺഗ്രസ്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് നാഗ്പൂറാണ്. 2023 നാഗ്പൂറാണ് നടന്നത്. പിന്നെ അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങള് 2025 പ്രഥമ ഖോ ലോകകപ്പിന്റെ വേദിയാണ് ഇന്ത്യയാണ്. ജേതാക്കളും ഇന്ത്യ തന്നെയായിരുന്നു. 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെയാണ്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആണ് 2027. പിന്നെ 25 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി പാകിസ്ഥാൻ, UAE ആണ്. വിന്നർ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി UAEയും പാകിസ്ഥാനിലുമായിരുന്നു. ജയിച്ചത് ഇന്ത്യയാണ്. പിന്നെ യൂറോ കപ്പ് കോപ്പ അമേരിക്ക നോക്കണം. യൂറോ കപ്പ് 2024 ജർമ്മനിയിലാണ്. 28 ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 2024 വിന്നർ എന്ന് പറയുന്നത് സ്പെയിൻ ആണ്. ഇനി ഇതിപ്പോ യൂറോ കപ്പാണ് നോക്കിയത്. ഇനി കോപ്പ അമേരിക്ക നോക്കണം. 24 അമേരിക്കയിലായിരുന്നു. ജയിച്ചത് അർജന്റീന. യൂറോ കപ്പ് 28 നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ആണ് കേട്ടോ. വിന്നർ കഴിഞ്ഞ തവണത്തെ വിന്നർ 2024 ജർമ്മനിയിലായിരുന്നു. അതിന്റെ വിന്നർ സ്പെയിൻ ആണ്. 2024 കോപ്പ അമേരിക്കയുടെ വേദി അമേരിക്കയായിരുന്നു. വിന്നർ അർജന്റീന ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് സന്തോഷ് ട്രോഫി നോക്കണം. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എത്രാമത്തെയാണ്? ബംഗാളിന്റെ 33ാമത്തെ കിരീട നേട്ടമാണ്. സന്തോഷ് ട്രോഫി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പശ്ചിമ ബംഗാളിന്റെ 33ാം കിരീട നേട്ടമാണ്. റണ്ണറപ്പ് ആരായിരുന്നു? കേരളമായിരുന്നു. കേരളത്തിന് 7 തവണ കിട്ടിയിട്ടുണ്ട്. 9 തവണ റണ്ണറപ്പും ആയിട്ടുണ്ട്. അതിന്റെ വേദി എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു. ഫൈനൽ മത്സരം ഹൈദരാബാദ് വെച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് 2025 പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയുടെ വേദി എവിടെയാണ്? ഭുവനേശ്വറിലാണ്. പ്രവാസി ഭാരതീയ ദിവസ് എത്രാമത്തെ എഡിഷനാണ്? 18ാമത്തെ എഡിഷനാണ് 2025 നടന്നത്. മുഖ്യ അതിഥി എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിസ്റ്റിൻ കാർല കങ്കലു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ്. ക്രിസ്റ്റിൻ കാർല കങ്കലു ആയിരുന്നു അതിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. എന്നാണ് പ്രവാസി ഭാരതീയ ദിവസം? ജനുവരി 9-നാണ് കേട്ടോ. ഇതിന്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനയാണ്. ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. ഓക്കെ, നമ്മൾ നോക്കിയത് എന്താണ്? ഭാരതീയ ദിവസ് പരിപാടിയുടെ വേദിയാണ് കേട്ടോ. ഭുവനേശ്വറിലാണ് വേദി. 18ാമത് എഡിഷൻ ആണ്. മുഖ്യ അതിഥി ആരായിരുന്നു? ക്രിസ്റ്റിൻ കാർല കങ്കലു ആണ്. ദിവസം എന്നാണ്? ജനുവരി 9-ആണ്. പ്രമേയം നോക്കുക, വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് കേട്ടോ. പ്രഭാവോ സുബിയാന്തോ 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി. പ്രമേയം സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസത്, ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് കേട്ടോ. ഹിന്ദിയാണ്. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസം എന്ന് പറയുന്നത്. അപ്പോ 2024 നടന്ന 75ാം റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് കേട്ടോ. അപ്പൊ 2025 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ ആണ്. ഇന്തോനേഷ്യ പ്രസിഡന്റ് ആണ്.
അതിന്റെ പ്രമേയം നോക്കുക. സ്വർണിത് ഭാരത് വിരാസത്ത് ഓർ വികാസത്താണ്. ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ്. 2024 75ന്റെ മുഖ്യാതിഥി ആരായിരുന്നു ചോദിച്ചാല് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. അടുത്ത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 ജേതാക്കളാണ് പറയുന്നത്. ഒന്ന് ഹർമൻപ്രീത് സിംഗ് ഹോക്കിയാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്. ഡി ഗുകേഷ് ചെസ് ആണ് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പരമോന്നത കായിക ബഹുമതിയാണ് എന്ത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പറയുന്നത്. 25 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ വർഷം 2024 കിട്ടിയതെന്നാണ്. ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബക്കർ, ഡി ഗുകേഷ്. പിന്നെ അവരുടെ കായിക ഇനങ്ങളും നോക്കി വെക്കണം കേട്ടോ. ഉറപ്പായിട്ടും ചോദിക്കും. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ദ്രോണാചാര്യ അവാർഡ്. ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് എസ് മുരളീധരൻ കേട്ടോ. ബാഡ്മിന്റൺ പരിശീലനമാണ് അദ്ദേഹം. ആജീവനാന്ത പുരസ്കാരം കൊടുക്കാറുണ്ട്, അല്ലാതെ റെഗുലറിലും കൊടുക്കാറുണ്ട് ദ്രോണാചാര്യ. അപ്പൊ റെഗുലറിൽ കിട്ടിയത് ആർക്കൊക്കെ നോക്കാം. സുഭാഷ് റാണ പാരാ ഷൂട്ടിംഗ്, ദിവാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സാങ്വാൻ ഹോക്കി. പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. ദ്രോണാചാര്യ എന്തിനാണ്? പരിശീലകർക്ക്, മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് കേട്ടോ. അപ്പം ആജീവനാന്ത പുരസ്കാരം എസ് മുരളീധരനാണ്. അടുത്ത റെഗുലർ ഉണ്ട്. ദ്രോണാചാര്യ റെഗുലർ കിട്ടിയിരിക്കുന്നത് സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാങ്വാൻ. അടുത്ത ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാം ജന്മവാർഷികം ആചരിച്ചതെന്ന് വെച്ചാൽ 2025 ജനുവരിയിലാണ് കേട്ടോ. 2025 ജനുവരിയിലാണ്. അദ്ദേഹം ജനിച്ചത് 1825 കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴയിലാണ്. യഥാർത്ഥ പേര് കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നാണ്. തലശ്ശേരി അച്ഛൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം വധിക്കപ്പെട്ടത് 1874 ജാനുവരി 3 കേട്ടോ. അപ്പൊ അതിന്റെ 150ാം ചരമവാർഷികം ആചരിച്ചത് 2024 അദ്ദേഹത്തിന്റെ ചരമവാർഷികം. അപ്പൊ അതും ചോദിക്കാം, അല്ലെങ്കിൽ ജന്മവാർഷികം. ഒന്നിൽ ജന്മവാർഷികം, രണ്ടും കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സിൽ ജന്മവാർഷികവും ചോദിക്കാം, ചരമവാർഷികം. അത് 2024 150. ജന്മവാർഷികം 200ാം ജന്മവാർഷികം 2025 ജനുവരിയിലായിരുന്നു. അടുത്ത കേരളത്തിലെ കാർഷിക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഖദർ എന്നാണ് പേര്. ഒരുപാട് ആപ്പുകൾ ഉണ്ട്, പോർട്ടൽസ് ഉണ്ട്, പദ്ധതികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. കേരളത്തിലെ കാർഷിക സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്പാണ് ഖദർ. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണ് നിലവിൽ വന്നത്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അടുത്ത 2024 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗം എന്ന് വെച്ചാൽ എംപോക്സ് ആണ്. 2024 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? എംപോക്സ് ആണ്. അതുപോലെ അടുത്തൊരു ചോദ്യം, കേരള പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള പൊളിറ്റിക്കൽ വിഭാഗത്തിന് നൽകിയ പുതിയ പേര് പ്രോട്ടോകോൾ വിഭാഗം. എന്തായിരുന്നു? പൊളിറ്റിക്കൽ വിഭാഗത്തിന് നൽകിയ പുതിയ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ വിഭാഗമാണ് കേട്ടോ. ഈ പ്രോട്ടോകോൾ വിഭാഗം എന്ന് പറയുമ്പോൾ ഉന്നത വ്യക്തികള്, സംസ്ഥാന അതിഥികള്, വിദേശ വിഐപികളൊക്കെ വരുമ്പോഴത്തേ അവരുടെ സന്ദർശനം, സത്യപ്രതിജ്ഞ, വകുപ്പ് വിഭജനം തുടങ്ങിയവരെ പരിപാടികൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റിക്കൽ വിഭാഗം എന്ന് പറയുന്നത്. അത് പേര് മാറ്റി എന്താക്കിയിട്ടുണ്ട്? പ്രോട്ടോകോൾ വിഭാഗം എന്നാക്കിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരമാണ് ഇത് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് കേട്ടോ. മൂവാറ്റുപുഴ. അടുത്ത 2024 ആഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട നഞ്ചരായൻ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്താൽ തമിഴ്നാടാണ് കേട്ടോ. 2024 ഓഗസ്റ്റിലാണ് കേട്ടോ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട നഞ്ചരായൻ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ് കേട്ടോ. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആദരിച്ചത് 2024 കേട്ടോ. അപ്പോ ബഹിരാകാശ ദിനം, ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ചത് 2024 എന്താണ്? ഓഗസ്റ്റ് 23 എന്നാണ്. ഓഗസ്റ്റ് 23 അതിന്റെ പ്രമേയം ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ. എന്താണ്? ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ സാഗ ഇന്ത്യ സ്പേസ് സാഗ എന്നാണ്. ആദ്യമായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത്. 2024 ആചരിച്ചത്. എന്നാണ് ആചരിച്ചത്? ഓഗസ്റ്റ് 23 കേട്ടോ. ഇനി 2025 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി പ്രാബല്യത്തിൽ വരുന്ന പുതിയ പെൻഷൻ സ്കീമാണ്
യൂണിഫൈഡ് പെൻഷൻ സ്കീം. യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നാണ് പറയുന്നത്. 2025 ഏപ്രിൽ 1 മുതലാണ് കേട്ടോ യൂണിഫൈഡ് പെൻഷൻ സ്കീം. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് UPI ആപ്പ് ഇടപാടുകളിലൂടെ ഇടപാട് നടത്താൻ കഴിയുന്ന സംവിധാനമാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. എന്താണ് UPI സർക്കിൾ? ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണ് ഗൂഗിളിന്റെ AI ലാബ് സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നതെന്ന് വെച്ചാൽ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഗൂഗിളിന്റെ AI ലാബ് വരുന്നത്? തമിഴ്നാട്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് കേട്ടോ. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പുതിയ പതാക ഉണ്ടായല്ലോ, അത് രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. അടുത്തിടെ പോലീസ് വകുപ്പിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് വെച്ചാൽ രാജസ്ഥാനാണ് കേട്ടോ. അപ്പം AI ലാബ് വരുന്നത്, ഗൂഗിളിന്റെ AI ലാബ് വരുന്നത് തമിഴ്നാടാണ്. സുപ്രീം കോടതി പുതിയ പതാക രൂപകൽപ്പന ചെയ്തതാരെന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. 33% സംവരണം ഏർപ്പെടുത്തിയത് രാജസ്ഥാൻ. പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് ആരെന്ന് വെച്ചാൽ പ്രേംകുമാർ ആണ് കേട്ടോ. സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം 2024 ലഭിച്ച സംസ്ഥാന പോലീസ് സേനയാണെന്ന് വെച്ചാല് കേരള പോലീസിനാണ് കിട്ടിയത്. സൈബർ അതിക്രമം തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചതാർക്കാണ്? കേരള പോലീസിനാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാർ കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ച 2 സ്ഥാപനങ്ങളുടെ പേരാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും. കൊൽക്കത്തയിലാണ്. അപ്പൊ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടുപേർക്കും എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? കൽപ്പിത സർവകലാശാല പദവി. ഓക്കെ. അടുത്ത് പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ഏതാണ്? ശ്രീ വിജയപുരം. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം എവിടാണ്? ഏഷ്യയിലെയാണ് ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. അടുത്ത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് വെച്ചാൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആർക്ക് വേണ്ടിയിട്ടാണ്? 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. പിന്നെ നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 70 വയസ്സിന് മേലിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത 2023-24 വിളവെടുപ്പ് വർഷം ഇന്ത്യയുടെ ആകെ ഭക്ഷ്യധാന്യ ഉൽപാദനം 33.22 കോടി ടണ്ണാണ് കേട്ടോ. 2023-24 കാലഘട്ടത്തിലാണ്. പിന്നെ നോക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. 70ാമതാണ് 2024 നടന്നത്. അപ്പൊ അതുപോലെ വള്ളംകളിയിൽ കിരീടം നേടിയ ബോട്ട് ക്ലബ് ഏതെന്ന് ചോദിച്ചാല് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ഏതാണ്? അപ്പം ഏതിനാണ് ചുണ്ടൻ വള്ളത്തിന് ഏതിനാണ് കിരീടം കിട്ടിയ വെച്ചാൽ കാരിച്ചാൽ ചുണ്ടനാണ്. ഏത് ക്ലബിനാണെന്ന് ചോദിച്ചാല് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനാണ് കേട്ടോ. പിന്നെ ശുക്രനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ദൗത്യമായ ശുക്രയാൻ ലക്ഷ്യമിടുന്നത് എന്നു വെച്ചാല് 2028 മാർച്ചിലാണ് കേട്ടോ. വാഹനം LBM-3 റോക്കറ്റ് ആണ്. എന്നാണ്? 2028 കേട്ടോ. അടുത്ത 2024 ഒക്ടോബറില് ശ്രേഷ്ഠ ഭാഷാ പദവി അതായത് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മറാഠി, പാലി, ബംഗാളി, പ്രാകൃത്. ഏതൊക്കെയാണ്? മറാഠി, പാലി, ബംഗാളി, പ്രാകൃത് ആണ് കേട്ടോ. UPI ലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെറുകിട ഡിജിറ്റൽ ഇടപാടിനുള്ള പുതിയ പണമിടപാട് പരിധി എത്രയാണെന്ന് വെച്ചാൽ 10,000 രൂപയാണ്. 1000 രൂപ. UPI ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് ചെറുകിട ഡിജിറ്റൽ ഇടപാടുണ്ടല്ലോ, അതിന്റെ പരിധിയാണ് 1000 രൂപ. പിന്നെ 2024 ഒക്ടോബറിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പരിഷ്കരണത്തിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്തിനാണ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പരിഷ്കരണത്തിന് എതിരെ പ്രമേയം പാസാക്കിയത് ആരാണ്? കേരളമാണ്. പിന്നെ 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രാക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. ട്രാക്കോമ മുക്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. ആരാണ് പ്രഖ്യാപിച്ചത്? ലോകാരോഗ്യ സംഘടനയാണ്. എപ്പോഴാണ്? 2024 ഒക്ടോബറിലാണ് കേട്ടോ. പട്ടികവർഗ വിഭാഗത്തിലെ യുവജനങ്ങൾക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും വേണ്ട സഹായങ്ങൾ നൽകുന്നതിനുമായിട്ട് കുടുംബശ്രീ മുഖേന ആരംഭിച്ച പദ്ധതിയാണ് KTIC. എന്താണ് KTIC?
ഒരുപാട് പദ്ധതികളും കമ്മീഷനും ഒക്കെ ഉണ്ട്, പേരുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. 2024 UN പുറത്തുവിട്ട ഡെവലപ്മെന്റ് പ്രോഗ്രാം റിപ്പോർട്ട് വരെ അതിദരിദ്രർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ആരാണ് അതിദരിദ്രര്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഭരണഘടനാ സാധുത ശരിവെച്ച പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വകുപ്പ് 6A. അപ്പൊ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഭരണഘടനാ സാധുത ശരിവെച്ച പൗരത്വ നിയമത്തില് ഭേദഗതി വരുത്തിയ വകുപ്പ് ഏതെന്ന് വെച്ചാൽ വകുപ്പ് 6A ആണ് കേട്ടോ. പിന്നെ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല എന്ന നേട്ടം കൈവരിച്ചത് എറണാകുളമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ നൽകുന്ന ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക? അർജുന ലൈഫ് ടൈം. ഓക്കെ, അർജുന. ഏതാണ്? ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മാറിയിട്ടുണ്ട്, പേര് മാറി. അതിനെന്താക്കി? അർജുന അവാർഡ് ലൈഫ് ടൈം എന്നാക്കി. അടുത്ത, കേരള സംസ്ഥാനം നൽകുന്ന കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ് കേട്ടോ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാല് MK സാനുവിനാണ്. അടുത്ത, ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാർക്കും സ്ഥാപനങ്ങൾക്കും പൊതുവായി നൽകിയ പുതിയ ഇമെയിൽ വിലാസ ഫോർമാറ്റ് ആണ് @xyz.gov.in എന്നാണ്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും സ്ഥാപനങ്ങൾക്കും കൊടുത്ത പുതിയ ഇമെയിൽ ഫോർമാറ്റ് ആണ് @xyz.gov.in. അതുപോലെ 2024 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? അസർബൈജാനാണ്. കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് ആരാണ്? തിരുവനന്തപുരമാണ്. 2024 കേട്ടോ. സ്കൂൾ കായികമേളയാണ്, തിരുവനന്തപുരമാണ് നേടിയത്. ലോകത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട് എയ്ഡ GSAT-20 വിക്ഷേപണം നടത്തിയ എന്നാണ്? 2024 നവംബർ 18 ആണ്. 2024 നവംബർ 18 GSAT-20 വിക്ഷേപിച്ചത്. GSAT എന്താന്ന് വെച്ചാൽ ഒരു ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. വാഹനം ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യ ഭരണഘടനാ മ്യൂസിയം വരുന്നത് സോണിപത്ത്. എവിടെയാണ്? ഹരിയാനയിലെ സോണിപത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അടുത്ത, ഇതിന്റെ പറ്റി നാം പറയാണ്. ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തെക്കാൾ 5 മടങ്ങ് വേഗതയുള്ളതാണ് ഈ മിസൈൽ. നിർമ്മിച്ചത് DRDO, പരീക്ഷണം നടത്തിയത് അബ്ദുൽ കലാം ദ്വീപ് ഒഡീഷ. ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ള മറ്റു രാജ്യങ്ങള് USA, റഷ്യ, ചൈന. അപ്പൊ 4ാമത്തെ രാജ്യമാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. 2024 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റോട് കൂടി അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിച്ച താരം റഫേൽ നദാലാണ്. സ്പെയിൻ താരമാണ്. പിന്നെ ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ്. എവിടെയാണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലാണ് കേട്ടോ. 56ാമത്തെയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം ആചരിക്കുന്നത് 2024 നവംബർ 26 കേട്ടോ. 75ാം വാർഷികമാണ് 2024 നവംബർ 26. എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചാല് 1949 നവംബർ 26 നമുക്കറിയാം. അതിന്റെ 75ാം വാർഷികം ആഘോഷിച്ചു. എവിടെയാണ് നടത്തിയത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് നടത്തിയത്. അത് അറിയപ്പെടുന്നത്, പഴയ പാർലമെന്റ് അറിയപ്പെടുന്നത് സംവിധാൻ സദനം എന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ തീം എന്ന് പറയുന്നത്, ഇത്തവണത്തെ 75ാം വാർഷികത്തിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നാണ് കേട്ടോ. അടുത്ത, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീ അന്നം ശ്രീ മന്ന ഏത് കാർഷിക വിളയാണ്? മരിച്ചീനിയാണ് കേട്ടോ. മരിച്ചീനി. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ജീവനേകാം ജീവനേകാം. മരണാനന്തര അവയവദാനമാണ് കേട്ടോ അതിന്റെ ക്യാമ്പയിൻ. 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനെയാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷനെയാണ് കേട്ടോ. ഇന്ത്യയിലെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ. അടുത്ത്, കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് സർക്കാർ നൽകിയ പുതിയ പേരാണ് സ്നേഹാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഉത്തരാഖണ്ഡ്. 2024 ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും റിസർവ് ബാങ്ക് ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണെന്ന് വെച്ചാല് 2024 ഡിസംബർ 26 കേട്ടോ. അന്ത്യവിശ്രമ സ്ഥലം
നിഗംബോധ് ഘട്ടം എന്നാണ്. 2024 ഡിസംബർ 26 അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് നിഗംബോധ് ഘട്ടം എന്നാണ്. 2024 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. 3982.7 മില്ലിമീറ്റർ ആണ്. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം കോട്ടയമാണ്. കുറവ് ലഭിച്ചത് തിരുവനന്തപുരമാണ്, 2100.5 മില്ലിമീറ്റർ. അടുത്ത് ISROയുടെ പുതിയ ചെയർമാൻ വി നാരായണനാണ്. വി നാരായണൻ 11ാമത് ചെയർമാനാണ്. നാഗർകോവിൽ സ്വദേശിയാണ്. തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഡയറക്ടർ ആയിരുന്നു. GSLV Mark 3 റോക്കറ്റിന്റെ ക്രയോജനിക് പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പരാജയത്തെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ച സമിതിയുടെ ചെയർമാനാണ്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ആരാണ്? വി നാരായണനാണ് കേട്ടോ. 11ാമതാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയാണ്. 10ാമത്തെ രാജ്യമാണ് ഇന്ത്യ ബ്രിക്സിൽ അംഗമാകുന്ന 10ാമത്തെ രാജ്യം. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് എന്ത് പറയുന്നത്? ബ്രിക്സ് എന്നാണ്. ബ്രിക്സിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നാണ്, എക്സ്ട്രാ കൂടുതലൊന്നും പറയാത്തത്. പിന്നെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി നമ്മൾ നേരത്തെ വേദികൾ പഠിച്ചത് പറഞ്ഞു, തിരുവനന്തപുരത്തായിരുന്നു. കിരീടം തൃശ്ശൂരിനാണ് 1008 പോയിന്റ്. 2ാം സ്ഥാനം പാലക്കാട് 1007. 3ാം സ്ഥാനം കണ്ണൂർ 1003. വേദി തിരുവനന്തപുരം. 62ാമത് എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു. നേടിയത് കണ്ണൂരാണ് കേട്ടോ. അടുത്തിടെ വികസിപ്പിച്ചിട്ടുള്ള പ്രത്യുൽപാദന ശേഷിയുള്ള പാവലിന്റെ ഇനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതായിരുന്നു? 2024 ഏറ്റവും ചൂടേറിയ ദിവസം ജൂലൈ 10. 2024 ജൂലൈ 10 ആണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ടർമറിക് ബോർഡ്, അതായത് ദേശീയ മഞ്ഞൾ ബോർഡ് ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 14 2025 ജനുവരി 14 കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് സ്ഥാപിച്ച ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം. ഇതാണ് കവചം എന്നാണ് അതിന്റെ പേര്. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം. 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? USA ആണ്. COVID-19 കൈകാര്യം ചെയ്യുന്ന ലോകാരോഗ്യ സംഘടന വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് USAയുടെ പിന്മാറ്റം. 2025 ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്കാണ് 6.25. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 80. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി ഏതാണ്? കൃഷി സമൃദ്ധിയാണ്. അടുത്ത കൈക്കൂലിക്കാരെ പിടികൂടുന്നതിനായിട്ട് കേരളത്തിലുടനീളം നടത്തിയ പരിശോധന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. കൈക്കൂലിക്കാർക്ക് വേണ്ടിയിട്ട്. അടുത്ത ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ വേദി ബാംഗ്ലൂരാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായ എയ്റോ ഇന്ത്യ ബാംഗ്ലൂര്. 2025 നടന്ന പ്രഥമ ബിംസ്റ്റെക് യൂത്ത് ഉച്ചകോടി വേദിയുടെ വേദി എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണ്. ഗാന്ധിനഗർ. അടുത്ത് SCO ഉച്ചകോടി. SCO എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. വേദി അസ്താനയാണ്, കസാക്കിസ്ഥാനിലെ. അപ്പൊ പുതുതായിട്ട് അംഗമായ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ബെലാറസ് ആണ്. അപ്പൊ വേദി അസ്താന ഉസ്ബെക്കിസ്ഥാനാണ്. അതുപോലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുണ്ട്. വേദിയായ രാജ്യം നെതർലാൻഡ് ആണ്. നേതൃത്വം നൽകുന്ന സസ്റ്റൈനബിൾ എനർജി കൗൺസിലാണ്. ഇന്ത്യയിൽ ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ രൂപീകരിച്ചത് 2023 ജാനുവരിയിലാണ് കേട്ടോ. ഇനി അടുത്ത ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി. 2025 75ാം സ്ഥാപക വാർഷികം ആചരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 1949 ഏപ്രിൽ 4 കേട്ടോ. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പുരപ്ര സൗരോർജ പദ്ധതിക്ക് നൽകിയ പുതിയ പേര് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണ്. അടുത്ത് കെയർ കേരള. എന്താണ് കെയർ കേരള എന്ന് വെച്ചാൽ കിടപ്പ് രോഗികളുടെ ആശുപത്രിയിൽ എത്താൻ കഴിയാത്തവരുടെയും വീട്ടിലെത്തി പരിചരിക്കുന്ന ആരോഗ്യ സർവകലാശാലയുടെ പദ്ധതിയാണ് എന്ന് പറയുന്നത് കെയർ കേരള എന്ന് പറയുന്നത്. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2024 മാർച്ച് 30 കേട്ടോ. എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് നമുക്കറിയാം. എന്താണ് 1925 നവംബർ 23 അത് സമാപിച്ചത്. എന്താണ് വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള പാതകൾക്കൂടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമാണ്. അതിന്റെ 100ാം വാർഷികമാണ് 2024 മാർച്ച് 30. അടുത്ത G7 ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇറ്റലിയാണ്. 50ാമത് ഉച്ചകോടിയാണ് ഇപ്പൊ നടക്കുന്നത് 2024. ബയോ ഏഷ്യ ഉച്ചകോടിയുടെ വേദി
ഹൈദരാബാദാണ്. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധന ഓപ്പറേഷൻ അമൃതാണ് കേട്ടോ. എന്തിനാണ്? ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധന ഓപ്പറേഷൻ അമൃത്. ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ മന്ത്രിസഭയാണ് കേട്ടോ. മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരുടെ വകുപ്പുകളും ഏതൊക്കെ മന്ത്രിമാരാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ന മന്ത്രി ഏതാണ്, ഏത് വകുപ്പാണ് എന്നുള്ളത് ചോദിക്കും. അതുകൊണ്ട് അത് നമ്മൾ നോക്കി വെക്കുകയാണ്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, നമുക്കറിയാം. പൊതുഭരണം, ആഭ്യന്തരം, വിവരസാങ്കേതിക വിദ്യ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്. അപ്പം എല്ലാ വകുപ്പുകളും, അദ്ദേഹത്തിന് ഒരുപാട് വകുപ്പുണ്ട്. എല്ലാ വകുപ്പുകളും നമ്മളെ മെയിൻ ആയിട്ടുള്ള വകുപ്പുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്തത് ശ്രീ വി അബ്ദുൾ റഹ്മാൻ, കേരള കായിക വകുപ്പ് മന്ത്രിയാണ്. സ്പോർട്സ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം. അപ്പം കായിക വകുപ്പ് മന്ത്രി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് മന്ത്രിയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതെന്ന് ചോദിക്കും. ഏത് മന്ത്രിയാണ്? സ്ഥിരമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പിക്ക് നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ, മന്ത്രി, ഇന്ന മന്ത്രി ഏത് മന്ത്രിയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ഡോക്ടർ GR അനിലാണ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. ഭക്ഷ്യം, സിവിൽ സപ്ലൈസുമാണ് വകുപ്പ്. പിന്നെ വരുന്നത് ശ്രീ KN ബാലഗോപാലാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് ധനകാര്യമാണ് വരുന്നത്. പിന്നെ ഡോക്ടർ R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസമാണ് വകുപ്പ്. പിന്നെ ശ്രീമതി J ചിഞ്ചു റാണി ആരാണ്? ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ്. മൃഗസംരക്ഷണവും ക്ഷീരവികസനവുമാണ്. ശ്രീ K കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. വൈദ്യുതിയാണ് വകുപ്പ്. അടുത്ത ഡോക്ടർ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്തും ടൂറിസവും. KB ഗണേഷ് കുമാർ നമുക്കറിയാം, ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങള്, ജലഗതാഗതം ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അടുത്ത ശ്രീ OR കേളു, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. കൃഷി, മണ്ണ് ഒക്കെ വരുന്നുണ്ട്. ശ്രീ K രാജൻ റവന്യൂ വകുപ്പാണ്. ലാൻഡ് ആൻഡ് റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. P രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. നിയമവും വ്യവസായവും. MB രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ അതിലെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്, ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ്. രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ്. ജലവിഭവമാണ്. സജി ചെറിയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. സാംസ്കാരികവും ഫിഷറീസും ഒക്കെ അതിലാണ് വരുന്നത്. പിന്നെ AK ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. വന്യജീവിയാണ് വകുപ്പ് വരുന്നത്. പിന്നെ V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. പൊതുവിദ്യാഭ്യാസം, തൊഴിലൊക്കെ അതിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെ വരുന്നത് VN വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രിയാണ്. സഹകരണവും തുറമുഖം, ദേവസ്വം ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. റീന ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രി. ആരോഗ്യം, വനിതാ ശിശു വികസനം ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഒരുവിധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ്സ് ആൻഡ് തീംസും അപ്പോയിന്റ്മെന്റ്സും കൊടുത്തിട്ടില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന എക്സാംസിന് ഇതിൽ നിങ്ങൾക്ക് എല്ലാ മാർക്ക് കിട്ടും. കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. അത് ലെങ്തി വീഡിയോ ആണ് എങ്കിൽ കൂടിയും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.